ഓക്കെ. അപ്പം ബാങ്കിൽ എത്തിയ ഉടനെ ബാങ്കിലെ ആളുകൾ ചോദിക്കും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടോ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ള ഫോം ആക്ട് ചെയ്യും അല്ലെ. ഉദാഹരണം, എനിക്ക് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു 8 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു 6 ലക്ഷം രൂപയുടെ വരുമാനം ഇൻകം ടാക്സിൽ കാണിക്കുന്നു എന്ന് വിചാരിക്കാം. 6 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ ടാക്സ് അടക്കണം? 6 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ ടാക്സ് അടക്കണം? ഹലോ, നിൽ. 1 രൂപ പോലും എന്ത് ചെയ്യണ്ട, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണ്ട. പക്ഷെ 6 ലക്ഷം രൂപ വരുമാനം ഉണ്ട് എന്ന് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന 6 ലക്ഷം രൂപക്ക് എന്തായി? ഒരു കണക്കായി. മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ ഇൻകം ടാക്സിന്റെ നോട്ടീസോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അനധികൃതമായിട്ട് പല ഫണ്ടുകളും ചിലപ്പോൾ വന്നേക്കാം. അനധികൃതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നടത്തുന്ന ചെറിയ കുറികളായിരിക്കാം. അത് നിയമം മൂലം ഒഫൻസ് ആണ്, ക്രിമിനൽ ഒഫൻസ് ആണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതാണ് ഞാൻ അനധികൃതം എന്ന് ഉദ്ദേശിച്ചത്. നിങ്ങളത് നല്ലതായിട്ട് വിചാരിക്കും. ചിലപ്പം ഗൾഫിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഒക്കെ പൈസ തരുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ നല്ല പൈസ ആയിക്കോളണമെന്നില്ല. നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുക്കും അല്ലേ. അതൊരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസാക്ഷൻ നടത്തും. ഉദാഹരണം, എന്നോട് ബന്ന ഒരു 5 ലക്ഷം രൂപ ചോദിച്ചു. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അനൂപ്കയെ വിളിക്കുകയാണ്. അനൂപ്ക, എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു 5 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു. അനൂപ്കക്ക് എന്നെ വിശ്വാസമില്ല. അനൂപ്ക 5 ലക്ഷം രൂപ വന്നു. ഞാൻ എന്ത് ചെയ്തു, ഈ 5 ലക്ഷം രൂപ ഞാൻ ബന്നക്ക് അയച്ചു കൊടുത്തു. ഇതിൽ എനിക്കൊരു പ്രോഫിറ്റും ഇല്ല. പക്ഷെ എന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വന്നു. ഞാൻ അതുപോലെ ബന്നക്ക് അയച്ചു കൊടുത്തു. ക്ലിയർ? വീണ്ടും ബന്ന 2 ദിവസം കഴിഞ്ഞാൽ ക്യാഷ് എനിക്ക് തിരിച്ചു വന്നു. എന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വീണ്ടും വന്നു. 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, അനൂപ്കാക്ക് പൈസ അയച്ചു കൊടുത്തു. ആക്ച്വലി എന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു? ഹലോ, 10 ലക്ഷം രൂപ. എനിക്ക് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണോ വേണ്ടേ? ഞാൻ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. എനിക്കിതിൽ എത്രയാ ലാഭം? ഈ കച്ചവടത്തിൽ എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരു ലാഭമില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അനധികൃതമായിട്ടുള്ള പൈസകൾ, ഇത് അനധികൃതം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അയക്കാനുള്ള നിയമമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അയക്കാൻ ആവശ്യമില്ലാതെ പൈസ അയക്കാനോ ലോണ് വാങ്ങുന്നത് പോലും പ്രശ്നമാണ്. ക്ലിയർ ആയില്ലേ? ക്യാഷ് ആയിട്ട് വാങ്ങുന്നു, ബാങ്കായിട്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ ഇത്തരം പൈസകളൊക്കെ ഒരു 5 ലക്ഷം രൂപയെങ്കിലും അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ വന്നു പോയവര്, വീടിന്റെ പണിക്ക് വന്നവര്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അക്കൗണ്ടിലേക്ക് മാറ്റിയവര്, വിദേശത്തേക്ക് പോവാൻ മകന് വേണ്ടിയിട്ട് വാങ്ങിയ ആളുകൾ സുഹൃത്തുക്കളെടുത്ത് വാങ്ങി, ഇങ്ങനെ വാങ്ങി എത്ര ആളുകളുണ്ട്? ഒന്ന് കമന്റ് ബോക്സിൽ പറയാമോ? വാങ്ങിയ ആളുകൾ ഒന്ന് യെസ് പറയും. ഇങ്ങനെ 5 ലക്ഷം രൂപയുടെ മുകളിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള അക്കൗണ്ടുകളിലെ ആളുകൾ യെസ് പറയും, അല്ലാതെ ഒരു നോ എന്ന് ടൈപ്പ് ചെയ്യും. 5 ലക്ഷം രൂപയുടെ മുകളിൽ നോക്കട്ടെ. ഒരുപാട് ആളുകൾ നോക്കാം, ഒരുപാട് യെസ്സുകൾ ഉണ്ടല്ലോ. ഓക്കെ, അച്ഛന്റെ പൈസ ആയിരിക്കാം, അവിടെ പൈസ ആയിരിക്കാം, റോളിംഗ് ആയിരിക്കാം, വീട് പണി ആയിരിക്കാം, മകളുടെ നിങ്ങൾ ആലോചിച്ചാൽ മതി. വലിയ എമൗണ്ട് ഒന്നും വേണ്ട. 50,000 രൂപ ഈ കുടുംബശ്രീന്ന് മറ്റേ ലോൺ ഇല്ലേ, എന്താണ്, ലിങ്കേജ് ലോൺ എടുത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തിയാലോ തന്നെ കേട്ടോ. നമ്മൾ അറിയുന്നില്ല ഇത് എത്ര രൂപ വന്നിട്ടുണ്ട്, എത്ര പോയിട്ടുണ്ട് എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി എടുക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡിന്റെ പൈസ ഇതിനകത്ത് പെടും. ക്രെഡിറ്റ് കാർഡിന്റെ പൈസ, റോൾ ചെയ്ത പൈസകളൊക്കെ ഇതിനകത്ത് വരും. EMI ലോണൊക്കെ ഉണ്ടാവും. എല്ലാം ഇതിനു വേണ്ടി EMI ലോണിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടത്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, പറയാനുള്ളത്, ഇത്തരം ആളുകള്, എല്ലാ ആളുകളും, ഇത്തരം ആളുകൾ എന്നല്ല, ഒരുവിധ ആളുകളൊക്കെ ഓക്കെ, ഇതൊന്നും ഇവിടെ ടൈപ്പ് ചെയ്യില്ലേട്ടാ, ഇത് ഇവിടെ ടൈപ്പ് ചെയ്യില്ലേട്ടാ, പ്രശ്നമാണ്, ഞാൻ വായിക്കുന്നില്ല. അങ്ങനത്തെ പൈസകളൊക്കെ വരുമ്പോ നിങ്ങൾ സൂക്ഷിക്കാം. നല്ലതാട്ടോ. അങ്ങനെ വന്നാല് അപ്പം അതിനെന്ത് ചെയ്യണം, നമ്മൾ എല്ലാ വർഷവും കൃത്യമായിട്ടും ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി 31-ാം തീയതി വരെ ഉള്ളൂ. അധിക സമയമില്ല, 10-18 ദിവസമേ ഉള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇൻകം ടാക്സ് കൃത്യമായിട്ടും നമ്മൾ ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കണം. ഇതൊരു പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഉപ്പാനോടോ ഉമ്മാനോടോ ബ്രദറിനോടോ ഒക്കെ ചോദിച്ചു നോക്കും. അപ്പൊ മനസ്സിലാവും ഇവരുടെ അക്കൗണ്ടിലൊക്കെ ഇത്തരം ട്രാൻസാക്ഷൻ ഇവർ സാധുക്കൾ അറിയുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് പറയാണ്, ഞാൻ അവനോട് പറഞ്ഞു, ബിസിനസ് ചെയ്യുന്ന ആളാണ്, ചെറിയ സ്ഥാപനം ഇട്ടിട്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ബാങ്ക് അക്കൗണ്ട്
ഒരുപാട് പൈസ വന്നിട്ടുണ്ടാവില്ലേ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മോനെ അത്രയൊന്നുമില്ല, ചെറിയ എമൗണ്ട്. ആകെ ഒരു 4000-5000 രൂപയ്ക്കാണ് ഒരു ദിവസം ആവറേജ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്. അതിന് ഞാൻ എന്തിനാ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു ദിവസം 5000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാസം എത്ര രൂപയായി? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം. 15 ലക്ഷം. ഒരു മാസം 1.5 ലക്ഷം രൂപ. എത്ര രൂപ? 1.5 ലക്ഷം. 1.5 ലക്ഷം രൂപ ഒരു മാസത്തെ കണക്കാണ്. 12 മാസം ആകുമ്പോ എത്രയോ? 18 ലക്ഷം. ഇവൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണോ വേണ്ടയോ? ഫയൽ ചെയ്യണം. എന്നോ ഫയൽ ചെയ്യണം. ഇവന് ടാക്സ് ലാബിലിറ്റിയും കൂടി ഉണ്ട്. ശരിയല്ലേ? എത്രയേ ഉള്ളൂ ഇവരെ ചിന്തയിൽ? എത്രയേ ഉള്ളൂ? ആകെ 2-3000 റുപ്യ ഒരു ദിവസം വരുന്നുള്ളൂ. ഇതാണ് സംസാരം അല്ലേ? ഇതല്ലേ നോർമലി ഇങ്ങനെ ആളുകൾ കടക്കാനെന്ന് പറയാം. ഇല്ല, ഇപ്പൊ ഇതെന്താ പറയുക, ആക്ച്വലി ഈ ഗൂഗിൾ പേയും ഫോൺ പേയും ഈ പെട്ടി വെക്കുന്നൊക്കെ കൂടിയിട്ട് ആളുകള് പൈസയുടെ മൂല്യം അറിയുന്നില്ല. എത്ര വരുന്നുണ്ട്, എത്ര പോകുന്നുണ്ടെന്ന് അറിയില്ല. ഒരുപക്ഷെ കാര്യമായ ലാഭം ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് വരുന്നു, സപ്ലയർക്ക് കൊടുക്കുന്നു, അങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങനെ റോളിങ് മാത്രമായിരിക്കും. നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഫാദറിനോട്, നിങ്ങളുടെ ഉമ്മനോട്, നിങ്ങളുടെ ജ്യേഷ്ഠനോട്, ബ്രദറിനോട് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും ക്യാഷ് വന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇത്തരം ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭീമമായിട്ടുള്ള ഒരു ഫൈനും പെനാൽറ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. 5-6 വർഷമൊക്കെ എടുക്കും ഒരു നോട്ടീസ് വരാൻ. അതായത് ഇന്ന് നിങ്ങൾ കളിക്കുന്ന കളിക്ക് 2030 ആയിരിക്കും നോട്ടീസ് വരുന്നുണ്ടാവുക. അന്നൊരു പക്ഷെ നിങ്ങൾ ചിലപ്പം പാപ്പർ സൂട്ടായിരിക്കും. ഈ പൊളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മേലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ഇടുത്തി പോലെ ഈ സാധനം വരിക. അതുകൊണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് കൃത്യമായിട്ടും ഫയൽ ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇൻകം ടാക്സിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ സ്പീഡായിട്ട് ചെയ്ത് കാണിക്കുന്ന ഏതെങ്കിലും വീഡിയോ യൂട്യൂബിനകത്ത് ഇടും. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി ചെയ്യേണ്ട ആളുകൾ. ഓക്കെ. ഇനി ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഒരു അക്കൗണ്ടിൽ ഒരാൾക്ക് ഒരു വർഷം എത്ര വരെ വരാം? 5 ലക്ഷം സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഓക്കെ. എത്രയും വരാം കേട്ടോ. ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മതി. എത്രയും വരാന്ന് പറഞ്ഞാല് നമ്മളൊരു സാധാ ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മുടെ അക്കൗണ്ടിൽ 1 കോടി 2 കോടിയൊക്കെ വരുമ്പോൾ ഇത് എന്തിനാ എന്നുള്ളൊരു ചോദ്യം അപ്പുറത്ത് വരും. എത്രയും വരാന്ന് ഉദ്ദേശിച്ചതാണ്. ഒരു ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കറണ്ട് അക്കൗണ്ട് എടുക്കണം. ആ കറണ്ട് അക്കൗണ്ട് വഴി വേണം നമ്മുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്. അതല്ലാതെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റെന്റ് അക്കൗണ്ട് എന്നുള്ള പരിപാടി ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക് വേറെ ആളുകൾ പൈസ ഇട്ടിട്ട് നമ്മൾ കമ്മീഷൻ വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കരമായ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ്. ഇതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ രാജ്യദ്രോഹം വരെ നിങ്ങളുടെ പേരിൽ ചുമത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പം വേറെ ഒരാൾക്ക് പോലും എന്ത് ചെയ്യരുത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും പൈസ ഇടാനായിട്ടോ, നമുക്ക് കമ്മീഷൻ കിട്ടിയാലും ശരി, കമ്മീഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ശരി, സുഹൃത്ത് പറഞ്ഞാലും ശരി, ബാപ്പ പറഞ്ഞാലും ശരി, ഉമ്മ പറഞ്ഞാലും ശരി, എന്ത് ചെയ്യരുത്, നമ്മളെ അക്കൗണ്ട് വെച്ച് കൊടുക്കരുത്. നമ്മൾ ലോക്കായി പോകും. ഹസ്ബൻഡൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് ഈ ക്രിപ്റ്റോ മേഖലകളിൽ കളിക്കുന്ന ആളുകൾ നമ്മുടെ അക്കൗണ്ടുകൾ എടുത്തു പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ തിരൂരിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു പ്രായമായ ഒരു ഉമ്മയുടെ ഒരു സംസാരം കേട്ടു. അതായത് 85 വയസ്സുള്ള ഉമ്മാനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. 85 വയസ്സുള്ള ഉമ്മാനെ. കേസ് എന്താ അറിയോ? ഹൈദരാബാദിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ ഉമ്മ 80 ലക്ഷം രൂപ തട്ടി. 85 വയസ്സായ ഉമ്മാക്ക് എന്തില്ല, മൊബൈൽ പോലും നോക്കാൻ അറിയുന്നില്ല. ഈ ഉമ്മാനെയാണ് എന്ത് ചെയ്യണത്, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. സംഭവം എന്താ? പേരക്കുട്ടി കളിച്ചതാ. വല്യുമ്മ അല്ലേ, വല്യുമ്മാന്റെ അക്കൗണ്ട് എടുത്തിട്ട് വല്യുമ്മാന്റെ അക്കൗണ്ടിലേക്ക് പൈസ എടുത്തിട്ട് ആ പൈസ വിഡ്രോ ചെയ്തിട്ട് ഇയാൾ പറയുന്ന ആൾക്ക് പൈസ എടുത്തു കൊടുത്താൽ ഇവനക്ക് കമ്മീഷൻ കിട്ടും. വല്യുമ്മ അല്ലേ, കുഴപ്പമില്ല. ഫലത്തില് അക്കൗണ്ടിലേക്ക് ആരെ അക്കൗണ്ടിലേക്കാ വന്ന്? വല്യുമ്മയാണ് പ്രതി. മനസ്സിലായി? 85 വയസ്സുള്ള വല്യുമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ നോക്കിയിട്ട് ഈ വയസ്സായ ഉമ്മക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? മകന് വയസ്സ് 16. പേരക്കുട്ടിക്ക് വയസ്സ് 16. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരം മേഖലകളിൽ ഒരിക്കൽ പോലും പൈസയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കളിയും കളിക്കരുത്. ഇത് അക്കൗണ്ട്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇൻകം ടാക്സ് ഫയൽ ചെയ്തുള്ള ഗുണം, ഒന്ന്, നിങ്ങൾ കുടുങ്ങിയ അവസ്ഥയിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരാം. ബാങ്ക് ലോൺ ഒരിക്കലും എടുക്കരുത്.
പക്ഷെ കുടുങ്ങിയ അവസ്ഥയിലാണ്. പുറത്തേക്കുള്ള വിസ മറ്റുള്ള കാര്യങ്ങള് ക്ലിയർ ആയില്ല, പറയാം. മറ്റുള്ള അതായത് വിസ മറ്റുള്ള പർപ്പസ്, പുറത്തെ രാജ്യത്തേക്ക് ആർക്കെങ്കിലും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് 5 വർഷത്തെ ഇൻകം ടാക്സിന്റെ കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് പൈസയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും നമുക്ക് സാമ്പത്തിക സ്ഥിരത ഉണ്ട് എന്നുള്ളതും തെളിയിക്കാനുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മാറും. അപ്പം അത്യാവശ്യം ചെറിയ വരുമാനം, സാലറി ഒക്കെ ഉള്ള ആളുകൾ നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കാണിക്കുന്നത് നല്ലതാണ്. ഒരു 6 ലക്ഷം രൂപ വരെ, അതായത് ഒരു മന്ത്ലി ഒരു 60,000 രൂപ വരെയുള്ള വരുമാനം നിങ്ങൾക്ക് സാലറി ഒക്കെ കാണിച്ച് ഒരു 6 ലക്ഷം 7 ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പോലും 1 രൂപ പോലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫയൽ ചെയ്യാൻ അറിയാത്തവർ പഠിച്ച് ചെയ്യാം. യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ സംഭവമുണ്ട്. അബദ്ധങ്ങളിൽ പെടാതെ ശരിക്കും നമുക്ക് ഏതെങ്കിലും ദിവസം അതിന്റെ സെഷനൊക്കെ ചെറിയതായിട്ട് വെക്കാം. ഫുള്ളായിട്ട് പറയാൻ സമയം ഉണ്ടാകത്തില്ല, എന്നാലും ആ സെഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അനൂപ്കൊക്കെ ഉണ്ടല്ലോ, അനൂപ്കൊക്കെ ഒരു സെഷൻ വേണമെങ്കിൽ എടുത്തെടുത്തോളൂ. അനൂപ്ക ഫയൽ ചെയ്യുന്നല്ലേ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സെഷൻ വേണമെങ്കിൽ നിങ്ങൾ സൂം ഒക്കെ ഞാൻ തരാം ഒരു ദിവസം വേണമെങ്കിൽ. കാരണം ഇവർക്ക് എല്ലാവർക്കും ഉപകാരമാവും. അത് ഏതെങ്കിലും സമയമുണ്ടോ പറ്റുമോ നോക്കി. ഞാൻ ഫയൽ ചെയ്തിട്ടില്ല, ഫയൽ ചെയ്തിട്ടില്ലേ അല്ലേ? ഓക്കെ. അപ്പൊ അല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ എന്താ എല്ലാവർക്കും ഒരു ഉപകാരം വേണോ? അങ്ങനത്തെ ഒരു സെഷൻ വേണോ? ഇൻകം ടാക്സ് ഫയൽ ചെയ്യണത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചിലവർ ഒരു അക്കാഡമിയിൽ പോയി കഴിഞ്ഞാലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇത്ര കിട്ടിക്കണമെന്നില്ല. എത്ര ആൾക്കാർ വേണോ? ഇതൊക്കെ അക്കാഡമിക് തലങ്ങളിൽ നിങ്ങൾ ഇതിങ്ങനെ ജസ്റ്റ് ഓടിച്ചു പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇത് റിയൽ പ്രാക്ടിക്കൽ. അപർണ ഉണ്ടല്ലോ, അപർണ ഓൾറെഡി എന്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപർണ ഒരു സെഷൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇൻകം ടാക്സിന്റെ? ആയിട്ട് ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ആരെങ്കിലും ഞാൻ ഏതെങ്കിലും ആളുകൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ സമയത്തിന്റെ പ്രശ്നമില്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും. ഞാൻ തന്നെ എടുക്കണം, അല്ല പുറത്താണോ മതിയോ? ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യേണ്ട വരുമോ? ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഇല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. വരുമാനം ഇല്ല, വരുമാനം ചെറിയ വരുമാനമേ ഉള്ളൂ. ചെയ്തു പോകുന്നത് നല്ലതാണ്. ഒരു 50,000 രൂപ മന്തിൽ ഇടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി ഇറങ്ങുന്ന പൈസയ്ക്ക് നമുക്കൊരു എവിഡൻസ് ആയി മാറിക്കോളും. പിന്നെ വലിയ ഇൻകം ടാക്സിന്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് ഒന്നും വരാതിരിക്കാൻ. അത് പിന്നീട് വിശദമായിട്ട് പറയാം ഇത്തരം കാര്യങ്ങളിൽ. ഓക്കെ, സാർ എടുക്ക്, സാറ് മതി, സാർ എടുത്ത് എന്തൊക്കെ സന്തോഷം. എന്തായാലും നോക്കാം. ഇന്ന് അപ്പൊ ഞായറാഴ്ച നമ്മൾ ശരിക്കും നടക്കും. ഇന്ന് GSTയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റതിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്ലാൻ ചെയ്തതല്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ചില യാത്രകളുണ്ട്. യാത്ര മീൻസ് ഓൾറെഡി സുഖമില്ലാത്തൊരു വല്യപ്പണ് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞില്ലായിരുന്നു? അപ്പം അപ്പൊ ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് കഴിഞ്ഞപ്പോൾ വരാം എന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നോക്കാം, നമുക്ക് മെല്ലെ തുടങ്ങാം. GST എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കടക്കാം. കാരണം ഇത് ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിനകത്ത് ഇപ്പം കിടക്കുന്നതാണ്. ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ എനിക്ക് സംസാരിക്കാനും പറയാനും പറ്റിയ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് എടുത്ത് ഇതിലേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ അനൂപ്ക? തുടങ്ങല്ലേ? ഓക്കെ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്, എന്താണ് ടാക്സ് എന്നുള്ള കാര്യങ്ങൾ അങ്ങ് തുടങ്ങിയിട്ട് GSTയുടെ കുറച്ച് ഹിസ്റ്ററിയും GSTയുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൃത്യമായിട്ടും നോട്ട്സ് എഴുതി പോവാം. നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരം സാധനങ്ങൾ നിങ്ങൾ അക്കാദമിക് തലങ്ങളിൽ കിട്ടില്ല. ഇത് നിങ്ങൾ റിയലി പ്രാക്ടിക്കൽ ലൈഫിലേക്കും പ്രാക്ടിക്കൽ ബിസിനസ്സിലേക്ക് അകത്തേക്കും പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങൾ റിയൽ ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഗുഡ്സിനും സർവീസസിനും വേണ്ടിയിട്ടുള്ള ടാക്സിനെയാണ് നമ്മൾ GST എന്ന് പറയാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ടാക്സ് എന്ന് നോക്കാം. എന്താണ് ടാക്സ്? ആരെങ്കിലും ഒരാൾ പറയാം. ഓൾറെഡി എന്റെ സെഷൻ അറ്റൻഡ് ചെയ്യാത്ത ആൾക്ക് പറയാം. എന്താണ് ടാക്സ്? എന്താണ് ടാക്സ്? എന്താണ് GST പറയുന്നതിന് മുമ്പ് എന്താണ് ടാക്സ് എന്ന് പറയാം. എന്റെ സെഷൻ ഓൾറെഡി അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. എന്താ ടാക്സ്? തെറ്റിക്കോട്ടെ, തെറ്റിയെല്ലാം പറഞ്ഞോളൂ. ഒരു രാജ്യത്തെ പൗരൻ ടാക്സ് എന്ന് പറയുന്നു. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട്. എന്റെ സെഷൻ ഓൾറെഡി അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ പറയണേ. അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയായിരിക്കും. നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന തുകയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് മതിയായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമാണ് അല്ലേ? റോഡ് ഉണ്ടാക്കണം, പാലുണ്ടാക്കണം,
പിന്നെ എന്തൊക്കെ ഉണ്ടാക്കണം? പിന്നെ മന്ത്രിമാരെ ചെലവുകൾ കഴിഞ്ഞു പോകണം, വണ്ടി വേണം, യാത്രകൾ പോകണം, എഡ്യൂക്കേഷൻ നടക്കണം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നടക്കണം. ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. ഈ ഫണ്ടുകളെല്ലാം തന്നെ ഓരോ രാജ്യങ്ങളും ഓരോ രീതിയിലാണ് കണ്ടെത്തുന്നത്. ചില രാജ്യങ്ങൾ, ചില ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ചില കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ആ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റീസുകൾ ചെയ്യും. ഓക്കെ. ചില രാജ്യങ്ങൾ നാച്ചുറൽ റിസോഴ്സസുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യും. ഇപ്പോൾ GCC പോലുള്ള രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം, അല്ലെ, ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് രാജ്യത്തെ സേവിക്കും. ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വർണ്ണ ഖനനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് പോകും, അല്ലെ. ചില രാജ്യങ്ങൾക്ക് മാർബിൾ ഉണ്ടാവും, ആ രാജ്യത്തിന്റെ, അല്ലെ, ഇപ്പം ഇറ്റാലിയൻ മാർബിൾ അവിടെ ഖനനം ചെയ്യുന്നൊരു സംഭവം, ഇല്ലേ. ഇതേപോലെ നാച്ചുറൽ റിസോഴ്സസുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് രാജ്യത്തെ സേവിക്കുന്ന ചില ഗവൺമെന്റുകൾ. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ടാക്സ് ഫ്രം ദ പബ്ലിക് എന്ന് പറയാം. അതായത് പൊതുജനങ്ങളിൽ നിന്ന് നികുതി എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ പൊതുനന്മ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? റോഡ്, പാലം, പള്ളി, ക്ഷേത്രം, അമ്പലം ഒക്കെ വരും. പള്ളി, അമ്പലം, ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അത്തരം കാര്യങ്ങളിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ രാജ്യത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയാം. പൊതുനന്മ ഞാൻ നേരത്തെ പറഞ്ഞു. പൊതുജനങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആളുകളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന തുക. നിർബന്ധമായിട്ടും എന്ന് പറയുമ്പോൾ എന്താ? ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അവകാശമാണ്, നമ്മുടെ ബാധ്യതയുമാണ്. അപ്പൊ അവകാശങ്ങൾ എപ്പോഴും പിടിച്ചു വാങ്ങപ്പെടും നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ, ഇല്ലേ. എന്നോട് ഇതിലൂടെ നടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടന്നു പോകാനുള്ള വഴിയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലൂടെ നടക്കും. ഇല്ലെങ്കിൽ അവനെ തടഞ്ഞുകൊണ്ടെങ്കിലും ഞാൻ നടക്കും. കാരണം അത് എൻ്റെ അവകാശമാണ് ആ റോഡിലൂടെ നടക്കാൻ. റൈറ്റ് ടു സ്പീക്ക്, എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള അത് അവകാശമാണ്. അതിന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? തടയാൻ പറ്റില്ല. അതേപോലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അവകാശമാണ്. അത് നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടെങ്കിലും ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ സംഭവം പിടിച്ചെടുക്കും. നമ്മുടെ ബാധ്യതയുമാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ് സർ. ക്ലിയർ. ഓക്കെ. രണ്ട് രീതിയിലുള്ള ടാക്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. രണ്ട് രീതിയിലുള്ള ടാക്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. അതായത് ഞാൻ ഈ രാജ്യത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ത്യയിൽ ഒരു ഗൂഗിളിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ സാലറി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. 5 lakh rupees സാലറി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വർഷത്തെ മൊത്തം സാലറി എടുത്തു നോക്കും. ഈ സാലറി ഗവൺമെന്റ് ഒരു സ്ലാബ് പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം മുതൽ ഇത്ര, ഇത്ര മുതൽ ഇത്ര, ഇത്ര മുതൽ ഇത്ര ഒരു സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പൊ 5 മുതൽ 8 വരെയാണെങ്കിൽ 5%, അവിടുന്ന് ഇത്രയാണെങ്കിൽ 10%, അവിടുന്ന് ഇത്രയാണെങ്കിൽ 15%, ഇങ്ങനെ ഒരു സ്ലാബ് വെച്ചിട്ടുണ്ട്. ഈ സ്ലാബിന്റെ പുറത്തേക്ക് എൻ്റെ വരുമാനം പുറത്തു പോയി കഴിഞ്ഞാൽ ആ സ്ലാബിൽ എത്രയാണോ ടാക്സ് പറയുന്നത് ആ ഒരു എമൗണ്ട് ഞാൻ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? എൻ്റെ വരുമാനം ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള സ്ലാബിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് ഞാൻ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. നമുക്കിവിടെ വരുമാനം ഉണ്ട്, അതിന്റെ ഒരു പെർസെൻറ്റേജ് നേരിട്ട് ഗവൺമെന്റിലേക്ക് അടക്കുന്നതിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയാം.
ക്ലിയർ ആയല്ലോ? എനിക്കിവിടെ ഒരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ജനറേറ്റ് ചെയ്തു. ഈ വരുമാനം ഗവൺമെന്റ് പറയുന്ന ഏത് സ്ലാബിന്റെ ഉള്ളിലാണോ എന്റെ വരുമാനം, സ്ലാബ് പറയുമ്പോൾ ഒരു പെർസെന്റേജ് ആണ്, 0 to 5 ഇത്ര 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ 5%, 8 ലക്ഷം മുതൽ 12 വരെയാണെങ്കിൽ 10%. ഇതൊരു സ്ലാബാണ്, ഞാൻ വെറുതെ പറഞ്ഞത്. ആ സ്ലാബിന്റെ ഉള്ളിലാണ് നമ്മൾ വരുമാനമെങ്കിൽ ആ 1% ടാക്സ് എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ സൈറ്റിലേക്ക് നമ്മൾ നേരിട്ട് അടക്കണം. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും. അതെങ്ങനെ അടക്കുക? ഗവൺമെന്റ് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ITR 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 ഫോം കാണും. അതിനകത്തേക്ക് എന്ത് ചെയ്യണം? അതിനകത്ത് ക്ലിക്ക് ചെയ്ത്, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇൻകം ടാക്സ് ഫയൽ എന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വരുമാനം മൊത്തം കാണിച്ച് നമുക്ക് എടുക്കാനുള്ള എമൗണ്ട്, ഡിഡക്ട് ചെയ്യാനുള്ള, കുറക്കാനുള്ള എമൗണ്ട് ഒക്കെ കുറച്ച്, എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്ത് ആ ബാക്കി എത്രയാണോ ഉള്ളത് ആ എമൗണ്ടിന് മുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. മീൻസ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. പല ആളുകൾക്കും ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ വേറൊരു കൺസൾട്ടന്റിന്റെ സഹായം തേടും, അവർക്ക് പേയ്മെന്റ് കൊടുക്കും. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഡയറക്റ്റ് ടാക്സ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ. ഇനി രണ്ടാമത്തെ ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. രണ്ടാമത്തെ ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇൻഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഒരിക്കലും നേരിട്ട് കിട്ടുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ബന്നക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ബന്നന്റെ കയ്യിൽ നിന്ന് ഞാൻ 10,000 റുപ്പീസിന്റെ ഒരു സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യണം. അപ്പൊ 10,000 പ്ലസ് അതിന്റെ GST ഞാൻ ആർക്കാ കൊടുക്കുന്നത്? ബന്നക്ക് കൊടുത്തിട്ട് ഞാൻ സാധനം വാങ്ങി അവിടുന്ന് പോകും. അതായത് ഞാൻ എന്റെ ടാക്സ് ആർക്കാ കൊടുക്കുക? ബന്നക്കാണ് കൊടുത്തത്. ബന്നയാണ് ഇതെന്ത് ചെയ്യണത്? ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഞാൻ എന്റെ ടാക്സ് കൊടുക്കുന്നത് ബന്നക്ക്, ബന്ന ആർക്ക് കൊടുക്കുന്നു? ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നു. ഇനി ബന്ന സാധനം പർച്ചേസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബന്ന ആർക്കാ ടാക്സ് കൊടുക്കാം? ഹോൾസെയിലർ ആയിരിക്കും ആ ടാക്സ് ആർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ആ ഹോൾസെയിലർ പർച്ചേസ് ചെയ്യുന്ന അതിന്റെ മുകളിലുള്ള സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ അടുത്ത് നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടാക്സ് ആർക്കാ കൊടുക്കുന്നത്? ആ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിനായിരിക്കും. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇതിനെ അക്കൗണ്ട്സിന്റെ അല്ലെങ്കിൽ GSTയുടെ ഭാഷയിൽ പറയുമ്പോൾ ഫോർവേഡിംഗ് ചാർജ് മെക്കാനിസം എന്നാണ് പറയാം. ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്? ഇങ്ങനെ ചിന്തിച്ചോളെ, എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു. ആ ഒരു മെസ്സേജ് ഞാൻ ബന്നക്ക് ഫോർവേഡ് ചെയ്യുന്നു. ബന്ന അത് ഹോൾസെയിലേഴ്സിന് ഫോർവേഡ് ചെയ്യുന്നു. ഹോൾസെയിൽ അത് സൂപ്പർ സ്റ്റോക്കിസിന് ഫോർവേഡ് ചെയ്യുന്നു. ഇങ്ങനെ ഫോർവേഡിംഗ് മെക്കാനിസം വഴിയാണ് GST പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി മറക്കൂലല്ലോ? ഇതാണ് ഫോർവേഡിംഗ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് രീതിയിലുള്ള ടാക്സുകൾ, ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത് ഗവൺമെന്റിലേക്ക് എത്തുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് GST എന്ന് പറയുന്നത്. ആ GSTയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സെറ്റ് ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നത്? സ്പീഡ് കൂടണോ കുറക്കണോ കൂട്ടണോ എന്ത് ചെയ്യണോ? കൂട്ടണോ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? കൂട്ടണോ? സ്പീഡ് കൂട്ടണോ? ഹലോ, എന്താ വേണ്ടേ? സ്പീഡ് കൂട്ടണോ കുറക്കണോ? ഒന്ന് പറ എന്തെങ്കിലും. എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം. ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് അറിയില്ലേ? ചാറ്റ് ബോക്സ് ആരൊക്കെയാണ് മൈക്കൊക്കെ ഓണാക്കിക്കുന്നല്ലോ? ഓക്കെ. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് സംവിധാനത്തിലെ GSTയെ കുറിച്ചാണ്. കൂട്ടണ്ട, സെറ്റാണ്. ഓക്കെ, കുറെ പല അഭിപ്രായമുണ്ട്. ഓക്കെ, സ്പീഡ് കൂട്ടല്ലേ? ഓക്കെ, സ്പീഡ് കൂട്ടല്ലിട്ടോ എന്ന് കുറെ മെസ്സേജ് വരുന്നു. ഓക്കെ, ശരി, പതുക്കെ പോവാം. മനസ്സിലാക്കി പോവാം, ഒപ്പിച്ചു പോണ്ട. അപ്പം രണ്ട് ടാക്സ് ആണ് കിട്ടില്ലേ അല്ലെ? ഒന്ന് ഡയറക്റ്റ് ടാക്സ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ആണ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്, മറ്റത് ഇൻഡയറക്ട്ലി ടു. രണ്ടും ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. ഒന്ന് നേരിട്ട് പോകുന്നു, ഒന്ന് വളഞ്ഞ വഴിക്ക് പോകുന്നത് മാത്രം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. സെറ്റ് അല്ലേ? ആരാ വേറെ സൗണ്ട് വരുന്നത്? ഇനി നമ്മൾ ഓൾറെഡി അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ 3 തരത്തിലുള്ള ബിസിനസ്സുകളെ കണക്ട് ചെയ്തിട്ട് നമുക്ക് GST എന്ത് ചെയ്യാം? മുമ്പോട്ട് കൊണ്ടുപോകാം. 3 തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ?
ഇത് ഓൾറെഡി നമ്മൾ സെഷൻ എടുക്കുമ്പോൾ പറഞ്ഞില്ലായിരുന്നോ? ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിങ് ബിസിനസ്, സർവീസ് ബിസിനസ് എന്ന് പറഞ്ഞ 3 തരത്തിലുള്ള ബിസിനസ്സുകൾ. ഇത് നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോഴും ഞാൻ ഇന്ത്യയിലെ ടാക്സ് പഠിപ്പിക്കുമ്പോഴും ഞാൻ UAE ടാക്സ് പഠിപ്പിക്കാറുണ്ട്. UAE ടാക്സ് പഠിക്കുമ്പോഴും ഒരേ സമയം യൂട്യൂബും കാണുന്നുണ്ടല്ലോ. ഇവിടെയും യൂട്യൂബും കാണുന്ന ഒരാളുണ്ടല്ലോ. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ ഒരു മിനിറ്റ് അവിടെ സ്ലോ ആക്കിയിട്ടാണ് യൂട്യൂബിനകത്ത് കൊണ്ടുപോയെന്ന്. അപ്പൊ അവിടുത്തെ സാധനം അവിടെ കേൾക്കുന്നത്. രണ്ടും പാടെ എന്തിനാ കേൾക്കുന്നത്? ഒന്ന് കേട്ടാ പോരെ അല്ലേ? ഓക്കെ, ആരോ കേൾക്കണ്ടേ? മനസ്സിലാവുന്നില്ല എവിടുന്ന വരുന്ന സൗണ്ട്. ഇനി 3 തരത്തിലുള്ള ബിസിനസ് ഉണ്ട്. ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിംഗ് ബിസിനസ്, സർവീസ് ബിസിനസ്. ഇത് 3 നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു. ഞാനിത് കോർപ്പറേറ്റ് ടാക്സ് UAE ടാക്സ് പഠിപ്പിക്കുമ്പോഴും കിട്ടിയല്ലോ, ആളെ കിട്ടിയല്ലോ. അപ്പൊ ശ്രദ്ധിക്കട്ടാ. അപ്പം ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിംഗ് ബിസിനസ്, സർവീസ് ബിസിനസ്. ഇത് UAE വാറ്റ് പഠിക്കുമ്പോഴും UAE കോർപ്പറേറ്റ് ടാക്സ് പഠിക്കുമ്പോഴും ഈ രീതിയിൽ അക്കൗണ്ട്സ് കൊണ്ടുപോയാൽ ഭയങ്കര ഈസിയാണ്. ഇപ്പൊ ഞാൻ സൗദിയിലെ വാറ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിലൂടെ ഈ ഒരു കാറ്റഗറിയിൽ പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിംഗ് ബിസിനസ്, സർവീസ് ബിസിനസ്. ഈ ഒരു ബിസിനസ് നമ്മുടെ ഇവിടെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു GST ഉണ്ടല്ലോ. ഈ GSTക്ക് മുമ്പും ഇത്തരം ബിസിനസ്സുകൾ ഇവിടെ ഉണ്ടല്ലോ. അത് കളക്ട് ചെയ്തിരുന്ന ടാക്സ് ഡിഫറെന്റ് ആയിരുന്നു. GSTക്ക് മുമ്പ് ട്രേഡിംഗ് ബിസിനസ് കളക്ട് ചെയ്ത ടാക്സ് വാറ്റ് ആയിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് ആയിരുന്നു. മാനുഫാക്ചറിംഗ് ബിസിനസ് കളക്ട് ചെയ്തിരുന്ന ടാക്സ് സെൻട്രൽ എക്സൈസും വാറ്റും ആയിരുന്നു. സർവീസ് സെക്ടറിൽ ഗവൺമെന്റ് കളക്ട് ചെയ്ത ടാക്സ് സർവീസ് ടാക്സ് ആയിരുന്നു. ക്ലിയർ ആയില്ലേ? 3 തരത്തിലുള്ള ബിസിനസ് GSTക്ക് മുമ്പ് ഇവിടെ കളക്ട് ചെയ്ത ടാക്സ്. ട്രേഡിംഗ് ബിസിനസ് കളക്ട് ചെയ്തത് വാറ്റ് ആയിരുന്നു. മാനുഫാക്ചറിംഗ് ബിസിനസ് കളക്ട് ചെയ്തത് സെൻട്രൽ എക്സൈസും വാറ്റും ആയിരുന്നു. സർവീസ് ബിസിനസ് കളക്ട് ചെയ്തിരിക്കുന്നത് സർവീസ് ടാക്സ് ആയിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ GST എന്ന് പറഞ്ഞ പുതിയ ഒരു സിസ്റ്റം നിലവിൽ വന്നതോടുകൂടി പഴയ ടാക്സ് സിസ്റ്റങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി. അപ്പൊ എന്തിനാണ് ഈ ഒരു പഴയ ടാക്സ് സിസ്റ്റം ഒഴിവാക്കിയിട്ട് പുതിയൊരു ടാക്സ് സിസ്റ്റം വന്നത് എന്ന് പറയാം. അപ്പൊ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. പഴയ വാറ്റ് സിസ്റ്റത്തിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞത് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ആണ്. ഒരു യൂണിഫോമിറ്റി ഇല്ല. അപ്പൊ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും ആ സ്റ്റേറ്റിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ടാക്സ് പിരിക്കുന്ന പരിപാടിയായിരുന്നു GSTക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് കേരളത്തിന് കൂടുതൽ ടാക്സ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേവാറ്റ് എന്ന് പറഞ്ഞ് കേരളം ഇഷ്ടം പോലെ എന്ത് ചെയ്യും? ടാക്സ് എടുക്കും. തമിഴ്നാടിന് കൂടുതൽ ടാക്സ് ആവശ്യമുണ്ടെങ്കിൽ തമിഴ്നാടിന് ഇഷ്ടം പോലെ തമിഴ്നാട് എടുക്കും. മഹാരാഷ്ട്രക്കാണ് ആവശ്യമെങ്കിൽ മഹാരാഷ്ട്രയും ഇതുപോലെ എടുക്കും. അപ്പൊ എന്താ സംഭവിക്കാം? ഒരു രാജ്യത്ത് ഒരു പ്രൊഡക്റ്റിന് ഡിഫറെന്റ് ടാക്സ് റേറ്റുകൾ വരും. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം? ടാക്സിന്റെ മുകളിൽ ടാക്സ് എല്ലാ ഗുഡ്സിനും സർവീസിനും വരും. അത് വേറൊരു കാര്യം. അത് കാസ്കേഡിംഗ് എഫക്ട്. ഇത് ഒരു രാജ്യത്ത് ഓരോ സ്റ്റേറ്റുകളും ഡിഫറെന്റ് ആയിട്ട് ടാക്സ് പിരിക്കും. കേരളത്തിന് ഇഷ്ടം ഒരു ഷുഗറിന് എക്സാമ്പിൾ എടുക്കാം. പഞ്ചസാര കേരളത്തിൽ ചിലപ്പോൾ അതിന് 5% ആയിരിക്കും ടാക്സ്. തമിഴ്നാട്ടിൽ ഒരു 12% ആയിരിക്കും ടാക്സ്. മഹാരാഷ്ട്രയിൽ ചിലപ്പോൾ അതിന് ടാക്സ് ഉണ്ടാവില്ല. ഗുജറാത്തിലും ചിലപ്പോൾ ഒരു 18% ആയിരിക്കും. അതായത് ടാക്സ്. അപ്പൊ എന്താ സംഭവിക്കാം? അപ്പൊ സംഭവിക്കൽ എന്തായിരിക്കും? ഒരു രാജ്യത്ത് ഒരു പ്രൊഡക്റ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സുകൾ വരും. ഒരു രാജ്യത്ത് ഒരു പ്രൊഡക്റ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സുകൾ. ഇത് വലിയൊരു പ്രശ്നമല്ലേ? അപ്പൊ ഗവൺമെന്റിന് എന്തെയില്ല, ഇതിനെ കൃത്യമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ടാക്സിന്റെ മുകളിൽ ടാക്സ് പിരിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചില്ലേ? ടാക്സ് ഓൺ ടാക്സ്, ടാക്സിന്റെ മുകളിൽ ടാക്സ്, കാസ്കേഡിംഗ് എഫക്ട് എന്നാണ് ഇതിന് പറയാം. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലം പഴയ വാറ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോബ്ലത്തിനെ എല്ലാം കവർ ചെയ്തിട്ട് പുതിയ ഒരു ടാക്സ് സിസ്റ്റം നിലവിൽ വരണം എന്നുള്ള ചിന്ത 1999 വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വന്നു. അന്ന് മുതൽ തുടങ്ങി 1999 തുടങ്ങി 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. എത്ര കാലം പിടിച്ചു നോക്കിയേ? എത്ര കാലം പിടിച്ചു? 10-20 കൊല്ലം പിടിച്ചില്ലേ? ഇതെന്താ ഇങ്ങനെ? നമ്മുടെ നാട്ടിലെ എന്ത് റൂൾസ് നിയമം ഉണ്ടാക്കുകയാണെങ്കിലും ഈ രീതിയിൽ കാലം പിടിക്കും. കാരണം ജനാധിപത്യ രാജ്യമാണ്. എല്ലാ ആളുകളോടും
അഭിപ്രായം ചോദിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇഷ്ടംപോലെ നിയമങ്ങളോട് പാസ്സായില്ലേ? അതെന്തുകൊണ്ട് ഇത്ര സ്പീഡിൽ പാസ്സായത്? കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഒരുപാട് പുതിയ നിയമങ്ങൾ വന്നു. ഷോർട്ട് ടൈം ആരും ചോദിക്കാനില്ലായിരുന്നു, ആരും പറയാനില്ലായിരുന്നു, ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇഷ്ടംപോലെ. പക്ഷെ നോർമലി ഇവിടെ ചോദിക്കാനും പറയാനും 99 മുതൽ 2017 വരെ കുറച്ച് 17 അല്ല 2014 വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ഒരു പുതിയ സംവിധാനം നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം എടുക്കുമായിരുന്നു. പക്ഷെ വീണ്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ നമ്മൾ പോയിട്ടുണ്ട്. ചിലപ്പോൾ അതിന് ഗുണമുണ്ട്, ചിലതിൽ ദോഷമുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഒരുപാട് പ്രോബ്ലം. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ പഴയ വാറ്റ് സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. ഒരുപാട് ബിസിനസ്സിലെ ഏരിയകൾ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ ഗവൺമെന്റ് കൃത്യമായിട്ട് ചിന്തിക്കുകയാണ്, ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട ടാക്സുകൾ പലതും കിട്ടാണ്ടായി പോകുന്നുണ്ട്. മാത്രമല്ല ഇതിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. കാരണം ഓരോ സ്റ്റേറ്റുകൾക്കും അവരിഷ്ടമുള്ളത് പോലെ ടാക്സ് പിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ അലക്കുലത്തായി കിടക്കാണ്. അപ്പൊ ഇതിനെല്ലാം പിടിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകണം എന്നുള്ളത് 1999 വിചാരിച്ചാണ്. ഒരു രാജ്യം, വൺ നേഷൻ വൺ ടാക്സ്. ഇതിൽ വലിയ അപകടങ്ങൾ നമുക്ക് തോന്നില്ല. പക്ഷെ മൊത്തത്തിൽ ഈ ഒരു വൺ നേഷൻ വൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപകടകരം എന്ന് തന്നെ പറയണം. ഒരു രാജ്യം ഒരു നിയമം എന്നുള്ളത് GST തുടക്കം കുറിച്ചതാണെങ്കിലും തുടർന്ന് അങ്ങോട്ടേക്ക് ഒരു രാജ്യം ഒരു മതം, ഒരു രാജ്യം ഒരു രാജ്യം ഒന്ന് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പതുക്കെ നമ്മൾ പോയിരുന്നു ഇല്ലേ? കൊറിയയെ പോലെ. നമ്മൾ GST കൂടി വായിക്കും, ഇതും കൂടി ലാസ്റ്റ് ഒന്നിച്ച് വായിച്ചു പോകണം കേട്ടോ. വൺ നേഷൻ വൺ ടാക്സ്, വൺ നേഷൻ വൺ റിലീജിയൻ, വൺ നേഷൻ വൺ കാസ്റ്റ്, വൺ നേഷൻ വൺ ലോ. ഇതിന്റെ എവിടുന്ന തുടക്കം? ഇതിന് അപകടമുണ്ടോ, ഗുണമുണ്ടോ, ദോഷമുണ്ടോ? രണ്ടുമുണ്ട്, എല്ലാം ഉണ്ട്, രണ്ടും ബാധിക്കും. പക്ഷെ ഇതിന് പോസിറ്റീവായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് കാര്യം. അപ്പം ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള രീതിയിലേക്ക് രാജ്യം പോവാണ്. അപ്പൊ എന്ത് ചെയ്യും? രാജ്യത്തിന് കൃത്യമായിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാം? ഈ രാജ്യത്തേക്ക് വരുന്ന എല്ലാ ബിസിനസ്സുകളെയും കൺട്രോൾ ചെയ്യാം, ഈ രാജ്യത്തേക്ക് വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളെയും കൺട്രോൾ ചെയ്യാം. വേറെ സ്റ്റേറ്റുകൾക്കൊന്നും അധികാരം ഉണ്ടാവില്ല, എല്ലാം കേന്ദ്രത്തിന്റെ മുകളിൽ അധികാരം എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ് GST. അങ്ങനെ 1999 കാലഘട്ടത്തിൽ ആലോചിച്ച് 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ടാക്സ് സിസ്റ്റം ഉണ്ടല്ലോ. നേരത്തെ ഏതൊക്കെ എക്സിസ്റ്റിംഗ് ടാക്സ് സിസ്റ്റം എന്തൊക്കെയുള്ളത്? ട്രേഡിംഗ് ബിസിനസ്സിൽ പിടിച്ചിരുന്ന ടാക്സ്, സർവീസ് ബിസിനസ്സിൽ പിടിച്ചിരുന്ന ടാക്സ്, പിന്നെ മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ പിടിച്ചിരുന്ന ടാക്സ്. ഈ ടാക്സ് സിസ്റ്റങ്ങളെല്ലാം, അതായത് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചിരുന്ന കസ്റ്റം ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ്, സർവീസ് ടാക്സ്, ഈ ടാക്സുകളെല്ലാം ഒഴിവാക്കിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിരിച്ചിരുന്ന എൻട്രി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, വാറ്റ്, ഈ ടാക്സുകളെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? മൊത്തത്തിനെല്ലാം ഒഴിവാക്കിയിട്ട് മാനുഫാക്ചറിങ്ങിന് ഒരു ടാക്സ്, ട്രേഡിങ്ങിന് ഒരു ടാക്സ്, സർവീസിന് ഒരു ടാക്സ് എന്നുള്ള രീതിയിൽ വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള കോൺസെപ്റ്റാണ് GST പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതുകൊണ്ടാണ് മാനുഫാക്ചറിങ് ട്രേഡിങ്ങിലും ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നത്, സർവീസിൽ സർവീസ്. അതുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പറയുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് പെട്ടു. ഇങ്ങനെയാണ് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്. ഏതെങ്കിലും ഒന്നെങ്കിലും പറയേണ്ടതുണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കേസ് ഉണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മിയ ഓക്കെ. വൺ നേഷൻ വൺ ടാക്സ്. രാജ്യത്ത് GSTക്ക് മുമ്പുണ്ടായിരുന്ന ട്രേഡിംഗ് ബിസിനസ്സിലും മാനുഫാക്ചറിംഗ് ബിസിനസ്സിലും സർവീസ് ബിസിനസ്സിലും കളക്ട് ചെയ്തിരുന്ന എല്ലാ ടാക്സുകളും ഒഴിവാക്കിയിട്ട്
ഇതിനെല്ലാം കൂടെ ഒറ്റ ടാക്സ് എന്നുള്ള ഒരു സംവിധാനമാണ് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിക്കണേ, വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വന്നു. ഇനി കുറെ ആളുകൾ വീഡിയോ ഒക്കെ പുറത്തുണ്ടേ, അവരൊക്കെ ഒന്ന് പുറത്തിടണം. എന്നിട്ട് നമുക്ക് കുറച്ച് ആളുകളെ അപ്പുറം നിങ്ങളുടെ കയറ്റാം. യൂട്യൂബിൽ കുറച്ച് ആളുകൾക്ക് ചാൻസ് കൊടുക്കാം. വീഡിയോ ഒക്കെ പുറത്തിരിക്കുന്ന ആളെ കയറ്റത്തില്ല ഇതിനകത്ത്. വരി എല്ലാരും വരി. എങ്ങനെ വീഡിയോയിൽ വരാത്തവരൊക്കെ പുറത്താക്കും. വീഡിയോയിൽ വരാത്തവരെ പുറത്താ. യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ അവിടെ തിങ്ങി നിൽക്കാണ് 100-150 ആളുകൾ. ഇവരങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ അവർ കയറിക്കോളല്ലോ. ഇവര് പോട്ടെ പുറത്ത്. എല്ലാരും വന്നല്ലോ. 10-85 ആളുകളുണ്ട്. ഒരു 70-75 ആളുകൾ. 10 ആൾക്കാർ എങ്ങനെ വരാനുള്ളൂ. ആ 10 ആൾക്കാരിൽ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ നോക്കിക്കോളെ. നിങ്ങളൊന്നും താങ്ങാനൊന്നും പറ്റത്തില്ല. ഇവിടെ വീഡിയോ ഇല്ലെങ്കിൽ അങ്ങ് തട്ടാനേ പറ്റത്തുള്ളൂ. ഓക്കെ, വെരി നൈസ്. പുറത്താക്കി കളി. ഓക്കെ, പുറത്താക്കല്ലേ അങ്ങനെ പറഞ്ഞ. ഓക്കെ, ശരി. ഇനി മെല്ലെ വരാം. ഇനി നമുക്ക് വേണ്ടത്, ഇനി GST നിങ്ങൾ കുറെ പഠിച്ചിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മളൊരു സ്റ്റോറിയിലെ കൂടെ പഠിക്കാൻ വേണ്ടി പോവാണ്. കുറെ അക്കാഡമിക് തലങ്ങളിൽ നിങ്ങൾ പഠിച്ച കുറെ ടൈറ്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. യൂട്യൂബിനകത്ത് കുറച്ച് ആളുകൾ ഇതിനകത്ത് കയറിക്കോളൂ കേട്ടോ. യൂട്യൂബിനകത്ത് ഫ്രീ ഉള്ള ആൾക്ക് ഇതിനകത്ത് കയറാം. കുറച്ച് സ്പേസ് ഒഴിവുണ്ട്. കുറച്ച് ആളുകളോട് ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ആ ഗ്യാപ്പിനകത്ത് കയറാം. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കയറി നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ശ്രദ്ധിക്കാം. അപ്പം പുതിയൊരു ടാക്സ് സിസ്റ്റം നിലവിൽ വന്നു. അതിന് ഒരുപാട് കാലങ്ങളുടെ സംഭവങ്ങളുണ്ട് അല്ലെ. 1999 തുടങ്ങി 2017 ജൂലൈ 1 വരെ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ആദ്യം കമ്മിറ്റി ഉണ്ടാക്കുന്നു, പിന്നെ അതിനുവേണ്ടി പഠിക്കാനാക്കുന്നു, പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, പിന്നെ ബംഗാളിലെ 55 കൊല്ലത്തെ ഭരണം ഇടിയുന്നു, ഭരണം CPM-യുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതും ഇതൊക്കെ ആയിട്ട് GSTക്ക് നല്ല റിലേഷൻ ഉണ്ട്. ബംഗാളിലെ പ്രധാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അസിംദാസ് ഗുപ്തയൊക്കെ ആയിരുന്നു GSTയുടെ കമ്മീഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പോയ സമയത്ത് ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്, അത് സ്റ്റോറിയൊക്കെ പിന്നീട് പറയാം. അങ്ങനെയൊക്കെ ആകെ ഇങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് GST നിലവിൽ വന്നത്. പക്ഷെ GST നിലവിൽ വരുന്ന സമയത്ത് അന്നത്തെ ആളുകൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഇനി പുതിയ ഒരു ടാക്സ് സിസ്റ്റം വരികയാണെങ്കിൽ നിലവിലുള്ള എല്ലാ ടാക്സിന്റെ പോരായ്മകളും നികത്തിയിട്ട് വേണം പുതിയൊരു സിസ്റ്റം വരാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയല്ല ഒരു പുതിയ സിസ്റ്റം വരുമ്പോൾ വേണ്ടത്. പിന്നെയും കുറെ സമയത്ത് ഇതിനെ ബാക്കി എന്നാൽ വീണ്ടും ഇത് പുതിയത് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തുള്ള എല്ലാ ബിസിനസ്സുകളും GSTയിലേക്ക് വരണം എന്നുള്ളതാണ്. എന്നാലല്ലേ ഇത് കൃത്യമായിട്ട് മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ രാജ്യങ്ങളും, ഈ രാജ്യത്തുള്ള എല്ലാ ബിസിനസ്സുകളും GSTയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഗുഡ്സ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും പെട്ടു. സർവീസ് എന്ന് പറയുമ്പോൾ സർവീസ് ബിസിനസ്സും പെട്ടു. അപ്പൊ എന്തായി, ഇന്ത്യയിലുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും GST എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനകത്തേക്ക് വന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാ പ്രൊഡക്റ്റുകളും എവിടേക്ക് വരണം? GSTയിലേക്ക് വരണം. വേണ്ടേ? ഇപ്പൊ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം പുതിയ ടാക്സ് സിസ്റ്റത്തിലേക്ക് കയറ്റിയാൽ എന്താ കുഴപ്പം? അപ്പയായിരിക്കും നമ്മുടെ കുഞ്ഞമ്മയുടെ മോൻ ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്, അവന്റെ കയ്യിൽ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ GST ഉണ്ടാവില്ല. അങ്ങനെ പ്രോബ്ലം ഉണ്ടാവില്ലേ? പെട്ടെന്ന് UK എന്ന് ഒരാൾ വരുമ്പോൾ ഇവിടെ ഇല്ലാത്ത പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവില്ലേ? അപ്പൊ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ എന്തുണ്ടാവില്ല? GST ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ GST ഉണ്ടാവില്ല. ഈ കമന്റിലുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്ത ആളുകളൊക്കെ അവരൊക്കെ എക്സംപ്റ്റഡ് ആണ്, കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചെയ്തോളെ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല. നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അത്തരം ആളുകളൊന്നും റിമൂവ് ചെയ്യില്ല. ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾ വേണ്ട പോലെ ചെയ്തോളൂ, കൈകാര്യം ചെയ്തോളൂ. ഓക്കെ, അപ്പൊ പറയാനുള്ളത്, ലോകത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എവിടെ വരണം? GSTയിൽ വരണം. ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ ടാക്സ് സിസ്റ്റം ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് തുടങ്ങി വരുമ്പോഴായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സാധനം. കാരണം ആഗോളവൽക്കരണത്തിന്റെ കാലമാണിത്. ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താ? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗാട്ടുകരാറൊക്കെ ഇട്ടിട്ടില്ലേ? ഗാട്ടുകരാർ കാട്ടിലെറിയണം എന്നൊക്കെ പറഞ്ഞാൽ, കൂട്ടിലെറിയണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഗാട്ടുകരാർ? ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉദാരവൽക്കരണം.
ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം തന്നെ ഉദാരവൽക്കരണ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന്മാരെ? ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരാൻ ഇവിടുന്ന് The സാധനങ്ങൾ global നമ്മൾ as ഇവിടെ കൊണ്ടുപോയി വിൽക്കും. one nation. ആ ലോകം ഒരു വില്ലേജ്. ലോകത്തുള്ള ഏത് രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങളും എന്ത് ചെയ്യും? ലോകം നമ്മുടെ ഒരൊറ്റ വൺ market. മാർക്കറ്റ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റം. ഒരൊറ്റ ഇത് കൊടുക്കി കൊണ്ടുവരാൻ ഗ്ലോബലൈസേഷൻ കുടയുടെ കീഴിൽ ഒരൊറ്റ കുടക്കീഴിൽ എന്നൊക്കെ പറയും. ആ ഒരു ലോകത്തിലെ വൺ മാർക്കറ്റ്, അതായത് എല്ലാ ലോകം പ്രൊഡക്റ്റും ഒരൊറ്റ കമ്പോളമായിട്ട് മാറുന്നൊരവസ്ഥ. ലോകം ഒരു കമ്പോളമായിട്ട് വരുന്ന അവസ്ഥയാണ് ഗ്ലോബലൈസേഷൻ. ഇനി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എല്ലാം ഒരു കുടക്കീഴിൽ. കറക്റ്റ്. Liberalizing the rules and regulations. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണം. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടന്നിട്ടുണ്ടായിരുന്നോ? Yes. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾ നോക്കിക്കൊള്ളിട്ടോ. ഗ്ലോബലൈസേഷൻ എന്തായാലും ഇതൊക്കെ അറിയണം, പത്രമൊക്കെ വായിച്ചാൽ കിട്ടും സാധനം. എനിവേ, എന്താണ് അങ്ങനെ പറഞ്ഞാല് മലയാളം? അതിന്റെ മീനിങ് പറ. ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അത് നിങ്ങളെ പഠിച്ചോളേ. എനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര ഈ 90s ഉണ്ടായിട്ടുള്ള ഈ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ പുറത്തേക്കും പോയിട്ടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ പുതിയ ടാക്സ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. പുതിയ ഒരു ടാക്സ് സിസ്റ്റത്തിന് കൊണ്ടുവരണം. ഇവരിന്ന് കയറ്റി അയക്കുന്ന കൊണ്ടുവരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും എവിടെ വരണം? നമ്മുടെ പുതിയ ടാക്സ് സിസ്റ്റത്തിൽ വരണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം? നമ്മളിവിടെ വലിയ സംഭവമാക്കി കൊണ്ടുവന്ന സംഭവം പുറത്തുനിന്ന് ഒരു സാധനം വരുമ്പോഴത്തേനും നമ്മളിത് ഇല്ലാണ്ടാവും. കാരണം ഈ സാധനത്തിന് ഉണ്ടാവില്ല അല്ലെ? നമ്മളൊരു സംഭവം ഭയങ്കര സെറ്റാക്കി വെച്ചു. അപ്പൊ ഞാനായിരിക്കും ഈ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫോണിന് എന്തുണ്ടാവില്ല? GST ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞില്ലേ? GST പൊളിഞ്ഞില്ലേ? കാരണം ഇതിന് പിന്നെ ഇത് കണ്ടമാനം ഇറങ്ങും. ഇത് കഴിയുമ്പോഴായിരിക്കും ഇപ്പുറത്ത് വേറെ സാധനം വരുന്നത്. ഇത് കഴിയുമ്പോഴായിരിക്കും ഇവിടുന്ന് വേറൊരു സാധനം വരുന്നത്. അപ്പൊ ഇതിന് GST ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഈ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു? ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകളും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും സർവീസും പെട്ടു. ഇനി എന്ത് ചെയ്യണം? ലോകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളും GST എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ അകത്തേക്ക് വരണം. ലോകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളും GST എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ പേരാണ് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. WHO എന്ന് പറയും. WCO, വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റോറി ആക്കിയിട്ട് പറയണത് നിങ്ങൾ തലയിൽ നിൽക്കാനാട്ടോ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ കസ്റ്റംസിനെയും കണ്ടെത്തിയിട്ട് അതിനൊരു കോഡ് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ കസ്റ്റംസിനെയും കണ്ടെത്തിയിട്ട് അതിനൊരു സ്പെഷ്യൽ കോഡ് വെച്ച് കൊടുത്തു. ആ കോഡ് വെച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? നിലനിർത്തി. ആ ഒരു കോഡിനെയാണ് നമ്മൾ HSN കോഡ് എന്ന് പറയാം. HSN കോഡ്, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ. നിങ്ങൾ കേട്ടില്ലേ? HSN കോഡ് എന്നൊക്കെ പറയില്ലേ? ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റിന് ഓരോ പ്രൊഡക്റ്റ് ഇതിനൊരു കോഡ് ഉണ്ടാവും. 1, 2, 3 എന്ന് ഇതിന് കോഡാണെങ്കിൽ ഇതിന് വേറൊരു കോഡ് ഉണ്ടാവും, ഇതിന് വേറൊരു കോഡ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും എന്ത് ചെയ്യണം? വേറെ കോഡ് ഉണ്ടാവും. ഈ കോഡിലാണ് ഈ ഒരു സംഭവം അറിയപ്പെടുക. ഇതിനെയാണ് നമ്മൾ HSN കോഡ് എന്ന് പറയാം. ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ. അപ്പൊ എന്ത് ചെയ്തു? ഇന്ത്യ എന്ത് ചെയ്തു? വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്ന് അവരുടെ ഡാറ്റാബേസ് കംപ്ലീറ്റ് വാങ്ങിയിട്ട് നേരെ GSTയിലേക്ക് കൊണ്ടിട്ടു. അപ്പൊ എന്തായി? ലോകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ വന്നു, GSTയിൽ വന്നു. ഇനിയിപ്പോ ഇതിന്റെ സാധനങ്ങളല്ലേ പുറത്തുനിന്ന് വരത്തുള്ളൂ അല്ലേ? അപ്പൊ എന്തായി? എല്ലാ ബിസിനസ്സുകളും GSTയിലേക്ക് വന്നു, എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ വന്നു, GSTയിലേക്ക് വന്നു. പെട്രോൾ മാത്രം വന്നില്ല, പെട്രോളും ഡീസലും വന്നില്ല. പെട്രോൾ ഡീസലൊക്കെ വന്നിട്ടുണ്ട്, അത് പറയാം. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാ സാധനത്തിനെയും എങ്ങോട്ട് കൊണ്ടുവന്നു? നമ്മുടെ GSTയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറെ സാധനങ്ങളില്ലേ, നെസസിറ്റി പ്രൊഡക്റ്റുകൾ, അതിനെന്ത് ചെയ്തു? 0% ആക്കി. നെസസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ 0%, അതിന് 0% ടാക്സ് നെസസിറ്റി പ്രൊഡക്റ്റുകൾക്ക്. അതിനേക്കാൾ അത്യാവശ്യം കുറഞ്ഞ പ്രൊഡക്റ്റുകളുണ്ടല്ലോ, നമ്മുടെ ഫുഡ് പാക്കറ്റുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ, ഈ സാധനത്തിനൊക്കെ ഒരു 5% ടാക്സ് ആക്കി മാറ്റി. ഫുഡ് ഗ്രെയിൻസ് ഇതിനൊക്കെ ഒരു 5% ആക്കി മാറ്റി.
അതിനേക്കാൾ അത്യാവശ്യം കുറഞ്ഞ പ്രൊഡക്റ്റുകളെ 12% ആക്കി 12% ആക്കി മാറ്റി. അതിനേക്കാൾ അത്യാവശ്യം കുറഞ്ഞതിനെ 18% ആക്കി, അതിനേക്കാൾ അത്യാവശ്യം കുറഞ്ഞതിനെ 28% ആക്കി മാറ്റി. 8%. ക്ലിയർ ആയല്ലോ? ഏറ്റവും Yes. നെസസിറ്റി പ്രൊഡക്റ്റുകൾക്ക് 0%, അത് കഴിഞ്ഞതിന് ശേഷം 5%, അത് കഴിഞ്ഞതിന് ശേഷം 12%, അത് കഴിഞ്ഞതിന് ശേഷം 18, 28. ഇങ്ങനെ ഇതാണ് GSTയിലെ ടാക്സിന്റെ പെർസെൻറ്റേജ്. മൊത്തം HSM കോഡൊക്കെ എടുത്തിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും വെച്ച് അതിന് അത്യാവശ്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ടാക്സ് കളക്ട് ചെയ്യാൻ. അപ്പൊ എന്തായി, എല്ലാ പ്രൊഡക്റ്റും വന്നു, ഓരോ പ്രൊഡക്റ്റിനും അതിന്റെ ടാക്സിന്റെ പെർസെൻറ്റേജ് കൃത്യമായിട്ടും നിർണയിച്ചു വെച്ചു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? എന്നിട്ട് ഗവൺമെന്റിന് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ചില സാധനത്തിനെ ഇതിൽ നിന്ന് എടുത്തിട്ട് പുറത്താക്കി. അതാണ് നേരത്തെ അനൂപ് പറഞ്ഞ കള്ള്, കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം. കള്ള് കഞ്ചാവില്ല, ഞാൻ അതിന്റെ ഫ്ലോയില് പറഞ്ഞതാണ്. കള്ള്, പെട്രോള്, പെട്രോള് ആ ഫ്ലോയില് പറഞ്ഞതാണ്. നിങ്ങൾ കഞ്ചാവൊന്നും എഴുതിയൊക്കെ ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. കള്ള്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു മേഖലയിൽ നിന്ന് എടുത്തു. കാരണം അതിന്ന് അത്യാവശ്യം ഇലക്ട്രിസിറ്റി ഗവൺമെന്റിന് അതിന്ന് അത്യാവശ്യം ഗവൺമെന്റിന് നല്ല വരുമാനം കിട്ടുന്ന കുറേ സാധനത്തിന് എടുത്തിട്ട് പുറത്താക്കി. ഇപ്പൊ പെട്രോൾ GSTയിൽ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയിലൊക്കെ ഉണ്ട് കേട്ടോ പെട്രോള്. പക്ഷെ അതിന് റേറ്റ് എന്ത് ചെയ്തിട്ടില്ല, 0%. നിശ്ചയിച്ചിട്ടില്ല. 0% എന്ന് പറയാൻ പറ്റത്തില്ല, റേറ്റ് വേണമെങ്കിൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാ? ഗവൺമെന്റിന് നല്ല വരുമാനം കിട്ടുന്ന മേഖലയാണ്. GSTയിലെ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് എത്രയാ? 28%. എങ്ങാനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTന്റെ ഉള്ളിൽ തിരികെ കയറ്റി കഴിഞ്ഞാൽ മാക്സിമം എത്ര ശതമാനം ടാക്സ് ഇടാൻ പറ്റത്തുള്ളൂ? 28% ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ 28% ഇട്ടാൽ എത്ര ഉണ്ടാവുള്ളൂ? 70 രൂപ പെട്രോൾ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടാക്കും നഷ്ടമാണ്. ആർക്ക്? കേന്ദ്രത്തിനും നഷ്ടമാണ്, സ്റ്റേറ്റിനും നഷ്ടമാണ്. അപ്പൊ ഇവിടുന്ന് സ്റ്റേറ്റ് എന്ത് പറയും? കേരള ഗവൺമെന്റ് എന്ത് പറയും? കേന്ദ്രമാണ് കുറക്കേണ്ടതെന്ന് പറയും. കേന്ദ്രം എന്ത് പറയും? സ്റ്റേറ്റ് ആണ് കുറക്കേണ്ടതെന്ന് പറയും. എന്നാൽ ഇവർ രണ്ടാൾക്കാരും ഇരിക്കുന്ന പൊസിഷനിൽ ഇവർ രണ്ടാളും ബൈ ബൈ ആയിട്ട് മിണ്ടണ്ട, നമുക്ക് കുറക്കും വേണ്ട കൂട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഓല് കളിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പറയും, അവിടുന്ന്. കാരണം രണ്ടാൾക്കും അത്യാവശ്യം ഒരു 30%-ലേറെ ടാക്സ് രണ്ടാക്കും. അതുകൊണ്ടാണ് ഈ സഞ്ചറി അടിച്ചിട്ടും പെട്രോളിന്റെ വില നിൽക്കാത്തത്. ക്ലിയർ ആയില്ലേ? ഇതേപോലെ തന്നെയാണ് കള്ള്. എന്ത് തന്നെ അടച്ചു കഴിഞ്ഞാലും, ലോകത്തുള്ള സകല സംവിധാനങ്ങൾ അടച്ചാലും കള്ള് ഷാപ്പ് അടക്കൂല. കാരണം എന്താ? വരുമാനം. ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ, കൊറോണ വന്നു, കള്ള് ഷാപ്പ് അടച്ചോ? കള്ള് ഷാപ്പ് അടക്കൂല. കള്ള് ഷാപ്പ് അടിച്ചാൽ കഴിഞ്ഞില്ലേ? കള്ള് ഷാപ്പ് അന്നൊക്കെ നിയമം, കള്ള് ഷാപ്പിൽ പോകുന്നവരാണെങ്കിൽ ബൈക്കിൽ കൊണ്ടുപോകണമെന്നല്ലേ നിയമം അന്ന്? അങ്ങനല്ലേ നിയമം? അങ്ങനെ വിചിത്രമായ നിയമല്ലായിരുന്നു നമ്മുടെ നാട്ടില്? അവനെ തരാൻ പാടില്ല എന്നുള്ള നിയമല്ലേനോ? ഇല്ലേനോ? അപ്പൊ എന്തുകൊണ്ടാ ഇതിനൊക്കെ വരുമാനം? എന്താ എൻഡ്? എന്താ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വരുമാനമാണ് പ്രധാനം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബോധമില്ലാതെ റോഡിൽ കിടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബോധം വിശ്വാസിക്കുണ്ടോ? പള്ളിയിലും അമ്പലത്തിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുന്ന വിശ്വാസിക്ക് എന്തായാലും ഈ റോട്ടുമേൽ ജനിച്ച കോലത്തിൽ കിടക്കുന്നവനെക്കാട്ടിലുള്ള ബോധം ഉണ്ടാവില്ലേ? എന്നിട്ടും പള്ളി, അമ്പലം, ക്ഷേത്രം പൂട്ടിയപ്പോൾ എന്ത് പൂട്ടിയില്ല? കള്ളിഷാപ്പ് പൂട്ടി. കാരണം ഈ ജനിച്ച കോലത്തിൽ റോട്ടുമ്പോൾ കിടക്കാന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഇവര് കിടക്കുക. കാരണം ഇവർക്ക് ആ ഒരു കോലത്തിൽ ഇവർ കിടക്കുക. കാരണം അത്ര പോലും ബോധം ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നില്ല, ആ ഷാപ്പ് കൊണ്ട് അടക്കൂല. കാരണം എന്താ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വരുമാനമാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്തു? HSM കോഡ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മൊത്തം സംഭവങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അതിനെന്ത് ചെയ്തു? അതിന്റെ ആവശ്യാനുസരണം ചെറിയ ചെറിയ പെർസെൻറ്റേജ്, ഏറ്റവും നെസസിറ്റി പ്രോഡക്റ്റുകൾക്ക് 0% ആക്കി, അതിനേക്കാൾ കുറഞ്ഞതിന് 5% ആക്കി, അതിനേക്കാൾ കുറഞ്ഞതിന് 12 ആക്കി, അതിനേക്കാൾ കുറഞ്ഞതിന് 18 ആക്കി, പിന്നെ 28 ആക്കി. ഇതാണ് GSTയിലെ ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 28ആണ്. ഇതുകൂടാതെ ഗോൾഡ് 3%. സ്വർണം, വെള്ളി ഇവ 3% ടാക്സ്. പിന്നെ ഡയമണ്ട് പോലെയുള്ള സംഭവത്തിന് 0.25 ആണ് ടാക്സ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും പെർസെൻറ്റേജുകളാണ് നിലവിൽ GSTയിലുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എല്ലാ ബിസിനസ്സുകളും GSTയിലേക്ക് വന്നു, എല്ലാ പ്രൊഡക്റ്റുകളും GSTയിലേക്ക് വന്നു.
ഇപ്പൊ സെറ്റ് അല്ലേ? ഇനി ആ ഒരു സംഭവം വർക്കൗട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ? എല്ലാ പ്രൊഡക്റ്റിനും ബിസിനസ്സും മതി. ഇനി സംഭവത്തിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് എല്ലാവർക്കും GST പെർസെന്റേജും ടാക്സ് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി. ഇനി ഇതിനെ നോക്കാൻ ഒരാൾ വേണ്ടേ? ഇതൊക്കെ അവിടെ നോക്കാൻ ഒരാൾ ഇല്ലെങ്കിൽ എന്താവും? ഈ നികുതിയും ടാക്സ് പെർസെന്റേജ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. നോക്കാൻ ആളില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിയമം കൺട്രോൾ ഉണ്ടാവില്ല. പോലീസുകാരെ ഇവിടെ എന്താ ഹെൽമെറ്റ് ഇടണം എന്നൊക്കെ Control പറഞ്ഞാൽ ഉണ്ടാവില്ല. എല്ലാവരും ശുദ്ധമായിട്ട് ഇട്ടു പോവോ? ചില ആൾക്കാർ ഹെൽമെറ്റ് ഇടാതെ പോവും. അവനെ പിടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ, ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി. ആ കമ്മിറ്റിയാണ് GST GST Council. കൗൺസിൽ എന്ന് GST പറയുന്നത്. ക്ലിയർ ആയോ? നേരത്തെ ഓരോ സ്റ്റേറ്റുകളും നിർണയിച്ചിരുന്ന അവരുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് GST കൗൺസിൽ എന്ന് പറഞ്ഞ പുതിയ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ട് ഈ കമ്മിറ്റിയെ കൊണ്ട് എന്ത് ചെയ്തു? ഈ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു. ഇതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഈ GST കൗൺസിലാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങളും ഇതിന്റെ പെർസെന്റേജും എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നതും കുറക്കുന്നതും കൂട്ടുന്നതും ഇതിലെ അമെൻമെന്റുകൾ വരുത്തുന്നതും തിരുത്തലുകൾ വരുത്തുന്നതും എല്ലാം ഈ പറയുന്ന GST കൗൺസിലാണ്. ഈ GST കൗൺസിൽ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റുകൾക്കും അധികാരങ്ങളുണ്ട്, എന്നാൽ കേന്ദ്രത്തിന് അതിന്റെ മുകളിൽ ഒരു അധികാരം ഉണ്ട്. അതായത് GST കൗൺസിൽ എന്ന കമ്മിറ്റി ഇല്ലേ, ഈ കമ്മിറ്റിയിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും മിനിസ്റ്റേഴ്സ് അതിനകത്തുണ്ട്. ആ ഒരു കമ്മിറ്റിയിൽ കേരളത്തിന്റെ മിനിസ്റ്റേഴ്സ് ഉണ്ട്, തമിഴ്നാടിനുണ്ട്, ആന്ധ്രയുണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്. എല്ലാത്തിന്റെയും മിനിസ്റ്റേഴ്സ് എവിടെയുണ്ട്? GST കൗൺസിൽ. എന്നാൽ കേന്ദ്രത്തിന്റെ 2 മിനിസ്റ്റേഴ്സും അതിനകത്തുണ്ട്. അപ്പൊ എന്തായി? ബാലൻസ് ആയോ? സ്റ്റേറ്റുകൾക്ക് എല്ലാവർക്കും അധികാരമുണ്ട്, എന്നാൽ കേന്ദ്രത്തിന് ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു അധികാരം GSTയിലുണ്ട്. സെറ്റ് അല്ലേ? ഇവരാണ് GST കൗൺസിൽ എന്ന് പറഞ്ഞ പേരിൽ ഒരു സംഭവം നടത്തുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവശ്യമാണ്, നിയമനിർമ്മാണം ആവശ്യമാണ് അല്ലെ? അതിനു വേണ്ടിയിട്ട് ഇവര് 5 പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കി. ഇതിൽ ഒന്നാമത്തെ നിയമമാണ് CGST ആക്ട് 2017. CGST ആക്ട് 2017 ഇത് എഴുതി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, CGST ആക്ട് 2017 സ്ക്രീനിൽ എഴുതാം. CGST ആക്ട് 2017. രണ്ടാമത്തത് SGST ആക്ട് 2017, 14 നമ്മൾ എഴുതിയല്ലേ. പിന്നെ UTGST ആക്ട് 2017, IGST ആക്ട് 2017, കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട് 2017. ഇത്ര ആക്ടുകൾ ഇവരെന്ത് ചെയ്ത് പാസ്സാക്കി. എന്തിനാ പാസ്സാക്കിയ? ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഈ പറയുന്ന GST എങ്ങനെ പിരിക്കണം, എവിടെ നിന്ന് എടുക്കണം, ആർക്ക് കൊടുക്കണം, ആർക്കൊക്കെയാണ് ഇതിന്റെ അവകാശമുള്ളത്, ആർക്കൊക്കെ ഇത് കൊടുക്കണം, ആരിനൊക്കെ വാങ്ങാം, ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, പിടിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ഒരാൾ തരാൻ മടിച്ചാൽ എന്ത് ചെയ്യണം, അവനെ അകത്തിടണോ പുറത്തിടണോ, നിയമം ജയിലടക്കണോ, ഇതൊക്കെ നിർണ്ണയിക്കുന്നത്, ഫൈന്, പെനാൾട്ടി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആരൊക്കെ GST എടുക്കണം, ആരൊക്കെ എടുക്കേണ്ട, നിർബന്ധമായിട്ട് എടുക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് GST ബില്ല് ക്യാൻസൽ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല നിയമനിർമ്മാണങ്ങളും ഈ പറയുന്ന 5 ആക്ടിനകത്താണ് വരുന്നത്. CGST ആക്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017. SGST എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017. UTGST എന്ന് പറയുമ്പോൾ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട്. ഇങ്ങനെ 5 ആക്ടുകൾ. CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കേന്ദ്ര ഗവൺമെന്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു നിയമം, അങ്ങനെ മനസ്സിലാക്കുക. ഇപ്പോൾ SGST എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകളുമായി കണക്ട് ചെയ്തിട്ടുള്ള റൂള്, ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ, സ്റ്റേറ്റ് കേരള, തമിഴ്നാട്, കർണാടക ഇങ്ങനെ പോലെയുള്ള ഓരോ സ്റ്റേറ്റുകളുമായി കണക്ട് ചെയ്തിട്ടുള്ള റൂള്. UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള റൂള്.
മാഹി, ലക്ഷദ്വീപ്, ലഡാക്ക്, ദാമൻ ദിയു പോലെയുള്ള യൂണിയൻ ടെറിട്ടറികൾ, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള നിയമം. IGST എന്ന് പറയുമ്പോൾ ഏറെക്കുറെ കേന്ദ്ര ഗവൺമെന്റുമായും സ്റ്റേറ്റുമായും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമാണ്. അടുത്തത് കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട്. ഇപ്പൊ പഴയ ഒരു ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് പുതിയ ഒരു ടാക്സ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും, കുറച്ച് സ്റ്റേറ്റുകൾക്ക്, കുറച്ച് യൂണിയൻ ടെറിട്ടറികൾക്ക് സ്വാഭാവികമായിട്ടും ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം നഷ്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ പറ്റി പറയുന്ന നിയമം. ഇതാണ് 5 നിയമങ്ങൾ. സെറ്റാണോ? ഈ നിയമങ്ങൾ പാസ്സാക്കി എന്നിട്ട് ഈ നിയമങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നതാണ് ഇന്ന് കാണുന്ന GSTയിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, GSTയിലെ ഓഫീസുകൾ, GSTയിലെ വണ്ടികൾ, റൂട്ടിൽ വഴിയിൽ ചെക്ക് ചെയ്യുന്ന, ഓഫീസിൽ ചെക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുന്ന, ഇതെല്ലാം ഇത്തരം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്, നമുക്ക് ഫൈൻ ഇടുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ എന്തായി? പഴയൊരു ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു ടാക്സ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴേക്ക് എന്തൊക്കെ മാറി? ഇതിന്റെ നിയമനിർമ്മാണങ്ങൾ മാറി, ഇതിന്റെ ഭരണഘടന മാറി, ടാക്സ് എന്ന് പറഞ്ഞ മൊത്തം സിസ്റ്റം മാറി, പ്രൊഡക്റ്റുകൾ മാറി, എല്ലാം മാറി. ഒരു രാജ്യം ഒരു ടാക്സ് എന്നുള്ള സിമ്പിൾ കോൺസെപ്റ്റിലേക്ക് വന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ ആണെങ്കിൽ സെറ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്ലാരിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ. GST ഇത്രയും ഇങ്ങനെ മനസ്സിലായിരുന്നോ? GST ഇത്രയും കാലം നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ഇത് എന്താ സംഭവം? ഇത് വലിയൊരു കടുകട്ടി ടോപ്പിക് ആയിട്ടാണ് പലരും വിചാരിച്ചത്. സിമ്പിൾ സാധനം. സർ, ഗോൾഡിന്റെ കേസിൽ 3% അല്ലാണ്ട് 1.5% വരുന്നില്ലേ ടാക്സ്? ഇല്ലല്ലോ. 3% എന്ന് പറയുമ്പോൾ 1.5% ടു ദ CGST, 1.5% ടു ദ SGST. ടോട്ടൽ 3%. കത്തിയോ? 20% ഞാൻ പക്ഷെ ഇങ്ങനെ വന്നിട്ട് 0.75%. എങ്ങനെ ചോദിക്കൂ? ക്ലിയർ ചെയ്ത് പോയി. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് എല്ലാം അതായത് ഇപ്പൊ അത് ബാക്കി ആരും ശ്രദ്ധിക്കണ്ട, ഇവരോട് മാത്രം. നമ്മൾ ഏത് ടാക്സ് എടുത്തു കഴിഞ്ഞാലും ആ ടാക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. പകുതി കേന്ദ്രത്തിനും പകുതി സ്റ്റേറ്റിനും കൊടുക്കും. അപ്പം 3 ആണെങ്കിൽ 1.5, 1.5, 5 ആണെങ്കിൽ 2.5, 2.5, 12 ആണെങ്കിൽ 6, 6, 18 ആണെങ്കിൽ 9, 9, 28 ആണെങ്കിൽ 14, 14 ഡിവൈഡ് ചെയ്യും. അത് വേറെ പെർസെൻറ്റേജ് അല്ല, ആ പെർസെൻറ്റേജ് സ്പ്ലിറ്റ് ചെയ്താണ്. കത്തിയോ? ഹലോ റംസീന, റെഡി അല്ലേ? മനസ്സിലായി സാർ. ഞാൻ ടാക്സ് ഫയലിംഗ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. അവിടെ 1.5 ആയിട്ട് നിങ്ങൾ ചെയ്യലുണ്ടോ? ഒരു ഗോൾഡിന്റെ കേസിൽ നമ്മൾ ചെയ്യാറുണ്ട്. 0.75 എന്നിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഗോൾഡ് അല്ലത്, ഡയമണ്ടിന്റെ കേസാ. ഡയമണ്ടും ഗോൾഡിന്റെയും ആ ബില്ല് വരുമ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഡയമണ്ടിന്റെ കേസിലാണ് പോയിന്റ് ആ ഒരു 7 ഇത് വരുന്നത്. ഡയമണ്ട് വേറെ ട്രീറ്റ്മെന്റ് ആണ്, ഗോൾഡ് വേറെ ട്രീറ്റ്മെന്റ്. ഗോൾഡ് സിൽവർ വേറെ ട്രീറ്റ്മെന്റ് ആണ്, ഡയമണ്ട് വേറെ ട്രീറ്റ്മെന്റ് ആണ്. റെഡി അല്ലേ? ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ ഇതാണ് GST എന്ന് പറയുന്ന സംഭവം. GSTയിലെ പെർസെൻറ്റേജ് ഏതൊക്കെയാ? 0.25, 3, 5, പിന്നെ 12, 18, 28. GSTയിലെ ഹയസ്റ്റ് റേറ്റ് 28%. IGSTന്റെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? ഒരു പുതിയ എന്തായിരുന്നു? HSN കോഡ്, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ. ഹാർമണൈസ്ഡ് സിസ്റ്റം. ഗൂഗിൾ ചെയ്താൽ മതി. HSN കോഡ് എന്ന് എഴുതി പിന്നീട് ഗൂഗിൾ ചെയ്തോളി നിങ്ങൾ. അപ്പൊ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ കിട്ടും. ക്ലിയർ? ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുകയാണ്. ഇനി അപ്പൊ പുതിയ ടാക്സ് സിസ്റ്റം വന്നു, പുതിയ GST എന്ന് പറഞ്ഞ സംഭവങ്ങൾ പരിപാടി വന്നു. ഇനി എന്ത് ചെയ്യണം?
ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? ടാക്സ് പിരിക്കണം. ടാക്സ് പിരിക്കണം. ടാക്സ് പിരിവ് തുടങ്ങുകയാണ്. അപ്പൊ എന്തിന്റെ ബേസിലാണ് ടാക്സ് പിരിവ് നടത്തുന്നത് നോക്കാം. എന്തിന്റെ ബേസിലാണ് ടാക്സ് ആളുകളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്നത്? പ്യൂർലി സപ്ലൈയുടെ പേരിലാണ് ടാക്സ് പിരിക്കുന്നത്. സപ്ലൈ. അപ്പൊ എന്താ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വാട്ട് ഈസ് സപ്ലൈ? ഗുഡ്സുമായോ സർവീസുമായോ ബന്ധപ്പെട്ട് കൺസിഡറേഷന് മുകളിൽ ഒരു ഇവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സപ്ലൈ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ വേറെ ആർക്കും മനസ്സിലായോ എന്തെങ്കിലും? ഹലോ പറയൂ, വേറെ ആർക്കും മനസ്സിലായോ? തിരിഞ്ഞില്ല. ഇല്ല, മനസ്സിലായില്ല. ശ്രദ്ധിക്ക്. ഓക്കെ, സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു മൂവ്മെന്റ്, ഗുഡ്സുമായിട്ടോ സർവീസുമായിട്ടോ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം വിത്ത് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിന് വലിയ ഉദാഹരണം, ഞാനിപ്പോ തസ്ലീനക്ക് ഒരു 10,000 രൂപയുടെ സാധനം കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്തുനിന്ന് ഈ സാധനം തസ്ലീന്റെ അടുത്തേക്ക് മൂവ് ചെയ്തു. തസ്ലീൻ എന്ത് ചെയ്തു? എനിക്ക് അതിനൊരു പേയ്മെന്റ് തന്നു, കൺസിഡറേഷൻ തന്നു. എന്ത് മോഡലും, ചിലപ്പം അതിന് പകരം പൈസ തന്നായിരിക്കാം, ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടായിരിക്കാം, അതിന് പകരം മറ്റൊരു സാധനം തന്നായിരിക്കാം. വാട്ട് എവർ ഇറ്റ്സ് എ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകളുണ്ട്. തൽക്കാലം ഇപ്പൊ കൺസിഡറേഷനുള്ള കേസ് നോക്കാം. വൈഡായിട്ട് അതിനുള്ളിലേക്ക് ഇപ്പം കയറുന്നില്ല. ക്ലിയർ ആയില്ലേ? ഗുഡ്സുമായിട്ടോ സർവീസുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള എനി ഈവന്റ് GST അകത്ത് നടക്കുന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയാം. റെഡിയായോ? സപ്ലൈയിൽ GSTയുടെ നിയമത്തിൽ 2 തരത്തിൽ സപ്ലൈ പറയുന്നുണ്ട്. ഔട്ട്വേർഡ് സപ്ലൈ, ഇൻവേർഡ് സപ്ലൈ. ഔട്ട്വേർഡ് സപ്ലൈ, ഇൻവേർഡ് സപ്ലൈ. ഞാൻ അതിനകത്തേക്ക് കയറാതെ വേറെ രീതിയിലേക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റൂൾ അവിടെ വെച്ചിട്ട് വേറൊരു രീതിയിൽ ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി വിചാരിക്കാണ്, ഒരു സ്ഥലത്ത് നിന്നും, അതായത് ഒരു ഗുഡ്സുമായിട്ടോ സർവീസുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള എനി ഈവന്റ് ഒരു കൺസിഡറേഷന്റെ ബേസിൽ നടക്കുന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ 2 തരത്തിലുണ്ട്. ആക്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇൻവേർഡ് സപ്ലൈ, ഔട്ട്വേർഡ് സപ്ലൈ എന്നുള്ളതായിരിക്കും നിയമത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ ഞാനിത് ഒന്നുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ബൈപ്പാസ് ചെയ്ത് വേറെ റൂട്ടിലൂടെ കൊണ്ടുപോകണം. GST നിയമത്തിൽ ഇത് ഉണ്ടോ ഇല്ലെന്ന് അങ്ങനെ ചോദിക്കരുത്. ഞാൻ വേറെ രീതിയിൽ പഠിച്ച് ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ പോയാ പോരാ? ഹലോ, സംഭവം ഓക്കെ. ഇത് കേരള ആണെന്ന് വിചാരിച്ചോളൂ. ഇത് തമിഴ്നാടാണെന്ന് വിചാരിക്കാം. ഒന്ന് കേരളം, ഒന്ന് തമിഴ്നാട്. ഇനി ശ്രദ്ധിക്കാം, കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് കേരളത്തിന്റെ ഉള്ളിലേക്ക് ഒരു സാധനം സപ്ലൈ നടക്കാന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് കേരളത്തിന്റെ ഉള്ളിലേക്ക് നടക്കുന്ന സപ്ലൈകളെയാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? കേരളാണെന്ന് ചോദിച്ചോളാം. ഓക്കെ, കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് കേരളത്തിന്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യണത്? ഇതിനുള്ള ബൗണ്ടറിന്റെ പുറത്തേക്ക് പോകുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുക. ഇനി ഇതേപോലെ തമിഴ്നാടിന്റെ കേസിൽ ഇത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഇതിനുള്ളിൽ മാത്രമാണ് എന്ത് ചെയ്യണത്? സപ്ലൈ നടക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്ത് തന്നെയാണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് തന്നെ വിളിക്കാം. അതായത് വിത്തിൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് നടക്കുന്ന സപ്ലൈകളെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുക. സത്യോ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്നത് എങ്കിൽ, ഇനി ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണേ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്നതെങ്കിൽ, ഉദാഹരണം, ഞാൻ കേരളത്തിലുള്ള ഒരാളാണ്, ഞാൻ എൻ്റെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. കാരണം പർച്ചേസ് ചെയ്യുന്ന ഞാനും കേരളത്തിലാണ്, ഈ വിൽക്കുന്ന അയാളും എന്താണ്? കേരളത്തിലാണ്. അതിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. കത്തിയോ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 1000 രൂപയുടെ ഒരു സാധനം, ശ്രദ്ധിക്കണേ, 1000 രൂപയുടെ ഒരു സാധനം കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് തന്നെ സപ്ലൈ ആണ്. 10% GST എന്ന് വിചാരിച്ചോളി. 10% GST, അതായത് എത്ര രൂപ ഉണ്ടാവും? 100 ഉണ്ടാവും. ശ്രദ്ധിക്കണേ. ഹലോ,
പോകുന്നുണ്ടോ? കൈമന്ന് പോകുന്നുണ്ടോ? ഹലോ, ഓക്കെ സെറ്റ് അല്ലേ? Okay. കൈമന്ന് പോകുന്നതിനെ പറയണേ. ക്ലിയർ ആണ്. കൈന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കഥ ഒക്കെ പറഞ്ഞ ഇതിലേക്ക് വരാം. അപ്പൊ സെറ്റ് ആയിക്കോളും. ഓക്കെ. അപ്പം കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് 1000 രൂപയുടെ ഒരു സാധനം സപ്ലൈ ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. 10% അതിന്റെ GST എന്ന് വിചാരിക്കാം. നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടി 10% GST ഇല്ലല്ലോ. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടി മാത്രം എന്ന് പറയാണ് കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് 10% GST നടക്കുന്നത് എങ്കിൽ ശ്രദ്ധിച്ചോളി. അപ്പോൾ എങ്ങനെയാണ് ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ശ്രദ്ധിക്കാം. സ്ക്രീൻ കിട്ടുന്നില്ലല്ലോ. ആർക്കും സ്ക്രീൻ കാണാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം 1000 രൂപയുടെ ഒരു സാധനം കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. 1000 റുപ്പീസ് ആണ് കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൊത്തം കളക്ട് ചെയ്യുന്ന ടാക്സ് എത്രയാ? 100 രൂപയല്ലേ? മൊത്തം കളക്ട് ചെയ്യുന്ന ടാക്സ് 100 രൂപ. ഈ 100 രൂപ എന്ത് ചെയ്യുന്നറിയോ? ഇതിന്റെ പകുതി CGST എന്ന് പറഞ്ഞ് പകുതി ആര് കൊണ്ടുപോകും? കേന്ദ്രം കൊണ്ടുപോകും. SGST എന്ന് പറഞ്ഞ് പകുതി സ്റ്റേറ്റും കൊണ്ടുപോകും. ക്ലിയർ ആയോ? മൊത്തം കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ പകുതി CGST എന്ന് പറഞ്ഞ് കേന്ദ്രം കൊണ്ടുപോകും. SGST എന്ന് പറഞ്ഞ് സ്റ്റേറ്റും പകുതി കൊണ്ടുപോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ അതിൽ കിട്ടുന്ന ടാക്സ് ഇല്ലേ, അതിന്റെ പകുതി ആരാ കൊണ്ടുപോകുന്നത്? കേന്ദ്രം കൊണ്ടുപോകും. എന്ത് പറഞ്ഞിട്ട്? CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ് കേന്ദ്രം കൊണ്ടുപോകും. SGST എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ് 50 രൂപ സ്റ്റേറ്റും കൊണ്ടുപോകും. ഇതാണ് ഇതിന്റെ നിയമം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ലിനകത്ത് CGST SGST എന്ന് രണ്ടും എഴുതിയിട്ടുണ്ടാവും. കാരണം ആ മൊത്തം ടാക്സ് എത്രയാണോ അത് പകുതി കേന്ദ്രമായിരിക്കും, പകുതി സ്റ്റേറ്റ് എന്നത് കൃത്യമായിട്ടും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇല്ലേ? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയ ബില്ലും നോക്കി, അതിനകത്ത് ഉണ്ടാവും CGST ഉണ്ടാവും SGST. അതിന്റെ കാരണം എന്താ? അതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ക്ലിയർ ആയല്ലോ? സെറ്റ് അല്ലേ? ഇനി ഇത് തമിഴ്നാടാണെന്ന് വിചാരിക്കും. തമിഴ്നാടിനുള്ളിലുള്ള ഒരു സംഭവമാണ് 1000 രൂപയുടെ ഒരു സാധനം തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് ഒരു സപ്ലൈ നടക്കുന്നതെങ്കിൽ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക. മൊത്തം കളക്ട് ചെയ്ത ടാക്സിന്റെ പകുതി ആര് കൊണ്ടുപോകും? കേന്ദ്രം കൊണ്ടുപോകും. പകുതി ആർക്ക് കിട്ടും? തമിഴ്നാടിന് കിട്ടും. ഇതാണ് ഇതിന്റെ നിയമം. സെറ്റ് അല്ലേ? അപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അതേ സ്റ്റേറ്റിലേക്കാണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു സപ്ലൈ നടക്കുകയാണെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്ന മൊത്തം ടാക്സിന്റെ പകുതി കേന്ദ്രം കൊണ്ടുപോകും, പകുതി സ്റ്റേറ്റും കൊണ്ടുപോകും. സത്യോ? അപ്പൊ ബില്ല് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ, ഇത് പുറത്തുള്ള സാധനമാണോ, ഇവിടെ ഉള്ള സാധനമാണോ എന്നുള്ളത് ബില്ല് മാത്രം നോക്കിയാൽ മതി. CGST SGST എന്നുണ്ടോ ഉറപ്പിച്ചോളി, ആ സ്റ്റേറ്റിനുള്ളിൽ നടന്ന കച്ചവടം. കത്തില്ലേ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇനി വേറൊരു സിനാരിയോ നോക്കേ. വേറൊരു സിനാരിയോയില് ഇവിടെ നിന്ന് ഇവിടേക്കാണ് സപ്ലൈ നടക്കുന്നതെന്ന് വിചാരിക്കും. അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു സപ്ലൈ നടക്കുന്നു. ഇങ്ങനെ നടക്കാലോ. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും സംഭവിക്കാലോ. ഇതിനെയാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുക. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈകളെയാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുക. ഉദാഹരണം, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സപ്ലൈകളെ നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു സപ്ലൈ നടക്കുകയാണെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST എന്ന് പറയുന്നത്. അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST എന്ന് പറയാം. ഇപ്പൊ ചില ബില്ലിൽ ആമസോണിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ബില്ലിൽ CGST SGST എന്ന് ഉണ്ടാവില്ല, IGST എന്ന് കാണാം. IGST എന്ന് പറഞ്ഞാൽ മുഴുവൻ ടാക്സ് എമൗണ്ട് ഇവിടെ ഒന്നിച്ചവിടെ കാണും. ക്ലിയർ ആയല്ലോ? അപ്പൊ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മളെ സ്റ്റേറ്റിലുള്ള പരിപാടിയാണോ
പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് വന്നാണോ എന്നുള്ളത് ബില്ല് നോക്കിയാൽ മനസ്സിലാവും. ബില്ലിനകത്ത് IGST ആണെങ്കിൽ, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണെങ്കിൽ അവിടെ IGST എന്നുണ്ടാവും. സ്റ്റേറ്റിനകത്ത് നടന്നെങ്കിൽ CGST SGST ഉണ്ടാവും. അപ്പൊ ആമസോണിന്ന് ഫ്ലിപ്കാർട്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഡൽഹിന്നോ ബോംബെന്നൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? IGST എന്നുണ്ടാവും. IGST എന്ന് പറയുമ്പോൾ IGST എന്ന് പറഞ്ഞ മുഴുവൻ ടാക്സ് എമൗണ്ടും കളക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഹലോ, IGSTയുടെ ഇപ്പൊ മനസ്സിലാക്കൽ ഇങ്ങനെയാണ്. IGSTയുടെ 100% ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. നിയമം എന്താണെന്നറിയോ? ഇവർ കളക്ട് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റിന് എന്ത് ചെയ്യണം? ഇത് തിരിച്ചു കൊടുക്കണം. ഏത് സ്റ്റേറ്റ് ആണോ പ്ലേസ് ഓഫ് സപ്ലൈ നടക്കുന്നത്, ഉദാഹരണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു 1000 രൂപയുടെ സാധനം സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന 100 രൂപയും ആര് കൊണ്ടുപോകും? കേന്ദ്രം കൊണ്ടുപോകും, IGST എന്ന പേരിൽ. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം 50 രൂപ ആർക്ക് കൊടുക്കണം? തമിഴ്നാടിന് കൊടുക്കണം. എവിടേക്കാണോ പ്ലേസ് ഓഫ് സപ്ലൈ ഉള്ളത്, POS ഉള്ളത്, അവർക്ക് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അതാണ് നിയമം. പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല ഇപ്പൊ. അതുകൊണ്ടാണ് പത്രങ്ങളിൽ അടക്കം കാണാറില്ല, കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ കേന്ദ്രം തരാനുണ്ട് എന്ന് പറയുന്നില്ലേ? യഥാർത്ഥത്തിൽ IGST എന്ന പേരിൽ ഇവർ കളക്ട് ചെയ്യുകയും പിന്നീട് തരാന്ന് പറഞ്ഞ സംഭവം തരാതിരിക്കുകയും ചെയ്യുന്ന, അതാണ് ഈ ഒരു സംഭവം. കത്തിയോ? ഇനി പത്രം വായിക്കുമ്പോൾ ഇതായിട്ട് കണക്ട് ചെയ്ത് വായിക്കണേ. അല്ലാതെ വെറുതെ ഇത് കാണുമ്പോൾ എങ്ങനെ കേന്ദ്രം കൊണ്ടുപോകുന്നത്, എവിടേക്ക് കൊണ്ടുപോകുന്നത്, ഏത് ഇങ്ങനെ ഒന്നും ഇനി ചിന്തിക്കരുത്. കറക്റ്റ് ആയോ? നമ്മൾ എല്ലാത്തിനും കാരണം ഉണ്ടോ? നമ്മളത് പഠിക്കാതെ അടിച്ചു മിന്നി പോയതുകൊണ്ട് നമുക്ക് തിരിയാത്ത. ഇനി നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ചിന്തിക്കും, IGST ശരിയാ, കേന്ദ്രം കൊണ്ടുപോയതാ, അവർ തന്നിട്ടില്ല, ഇത്ര കോടി ഉണ്ട്, ഇത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ക്ലാരിറ്റി കിട്ടും. മനസ്സിലാവുന്നുണ്ടാവോ? ഇപ്പം കോടതിയൊക്കെ ഇടപെട്ടിട്ട് എന്ത് പലിശയൊക്കെ കൊടുക്കണം, അത് ഇന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണ്ടേ? കാര്യങ്ങള് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സെറ്റായോ? റെഡിയാണോ? ഇങ്ങനെ കണക്ട് ആവുന്ന നല്ല കിളി പോവാണ്. എന്താ ചെയ്യുന്ന സംഭവത്തില്? റെഡി ആവുണ്ടോ? മനസ്സിലായില്ല? ഒന്നും കൂടി പറയോ? IGSTന്റെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താണ് എന്താ പറഞ്ഞെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായ പോലെ. തെറ്റിക്കോട്ടെ, തെറ്റിയാൽ ഇന്റർസ്റ്റേറ്റ് സപ്ലൈക്കാണ് IGST ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു സാധനം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അവസരത്തിലാണ് IGST ബാധകമാവുക. ആ IGST കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ അത് 50% ഏതൊരു സ്റ്റേറ്റ് ആണോ ആ സാധനം വാങ്ങിയത് അവിടേക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അത് തന്നെയല്ലേ? അതെ അതെ, പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. അപ്പൊ GSTയിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സപ്ലൈ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സപ്ലൈ എവിടെ നിന്നാണ് കൊടുക്കുന്ന സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്. എവിടേക്ക് എത്തുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് രീതിയിൽ കൊടുക്കുന്നു എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. സപ്ലൈ എന്നുള്ള കോൺസെപ്റ്റ് വലിയൊരു ടോപ്പിക്കാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവോ? ഇനി ഗ്രൂപ്പിൽ ആരെങ്കിലും ഡൗട്ട് ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണേ. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. ഒരുപാട് മെസ്സേജ് വരുന്ന, ഒരുപാട് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ ഉപകാരമാകുന്നുണ്ട്, ഇല്ലേ? ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടെന്ന് അറിയാം. കാരണം അതെങ്ങാനും കൂട്ടിക്കഴിഞ്ഞാൽ മോനെ ഇവിടെ നോക്കണ്ടേ, എനിക്ക് മെസ്സേജ് കൊണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത്രയും മെസ്സേജ് ഒന്നിച്ച് തയ്ച്ചാൽ പോരെ. എനിക്ക് 100 ആളുകളൊക്കെ ഒന്നിച്ച് മെസ്സേജ് ചെയ്യും. ഇതിനൊക്കെ ഞാൻ റീപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു പണി നടക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും തുറന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. അതിൽ വരുന്ന മെസ്സേജ് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. എന്ത് ചെയ്യുക? ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയിലേക്ക് കയറ്റൂല വണ്ടി, അല്ലേ? ഓഫ് സ്വിച്ച് ഇല്ല, ഓൺ സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ റെഡി അല്ലേ? സപ്ലൈ എന്നുള്ള കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. സപ്ലൈ 2 രീതിയിൽ, ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും. അപ്പൊ 2 രീതിയിലെ സപ്ലൈ നടക്കാം. അപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ പകുതി കേന്ദ്രം കൊണ്ടുപോകും, പകുതി സ്റ്റേറ്റിന് കിട്ടും. 2 സ്റ്റേറ്റുകൾ തമ്മിലാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ് കേന്ദ്രം കളക്ട് ചെയ്യും, പിന്നീട് അത് ഷെയർ ചെയ്യും. അതാണ് വെപ്പ്.
ഷെയർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അടുത്ത മറ്റൊരു കാര്യം. ഷെയർ ചെയ്യുന്നുണ്ട്, മുഴുവനായിട്ടും അല്ല. അപ്പൊ ഇതിന് ഇടക്കിടക്ക് ഇങ്ങനെ ഇവരിങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റിൽ ശശി തരൂരൊക്കെ നന്നായിട്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇത്ര കോടി കിട്ടാണ്ട്, അത്ര കോടി കിട്ടാം. അപ്പം നിർമ്മല സീതാരാമൻ ആ കണക്ക് ഇങ്ങോട്ട് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുണ്ടോന്ന് അറിയില്ല. IGST കണക്ക് ഇങ്ങ് തരട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് IGST ആയാലും CGST ആയാലും SGST ആയാലും ഒന്നായതുകൊണ്ട് നമുക്ക് അതൊരു കുഴപ്പമില്ല. ഇപ്പൊ അത് സെറ്റ് ആയില്ലേ? ഇനി ആ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ചില സമയങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സെയിൽ നടക്കും. അങ്ങനെ നടക്കൂലേ? ഇതിന് സ്റ്റേറ്റിനുള്ളിൽ മാത്രമല്ലല്ലോ കച്ചവടം നടക്കുക. കേന്ദ്രഭരണ പ്രദേശത്തും എന്ത് ചെയ്യും? കച്ചവടം നടക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ഓക്കെ, അനൂപ്ക ഇവിടെ ഇല്ലേ? ഡൽഹി, മാഹി, ആൻഡമാൻ നിക്കോബാർ, പോണ്ടിച്ചേരി. ഓക്കെ. അപ്പൊ ഇത് മാഹി പോണ്ടിച്ചേരി പുതുച്ചേരി അല്ലേ? എന്താ പറയല്? അങ്ങനല്ലേ? എന്തെങ്കിലും ആട്ടെ, എന്തായാലും ആ സാധനം നമ്മളെ ഏതായാലും സ്റ്റേറ്റ് അല്ലല്ലോ. സംഭവം മനസ്സിലായില്ല, മതി. ഓക്കെ, ശരി. ഇത് ഡൽഹിയാണ്. മനസ്സിലാവാൻ കുറെ വരച്ചൊക്കെ ഡൽഹിയാണ്. നിങ്ങൾ അങ്ങനെ കുറെ വരച്ചില്ലായിരുന്നു സ്ക്രീനിൽ, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയില്ലേ? പണി പഠിച്ചില്ലേ നമ്മളെ? അല്ല അനൂക്ക, ഇവര് കുത്തി വരായിരുന്നു നമ്മളെ. ഇതിൻ്റെ അകത്ത് ഇനി കളി വരെ. ഓക്കെ, ഇത് ഡൽഹിയാണ്, ഇത് ലക്ഷദ്വീപാണ്. ഡൽഹിക്കകത്ത് നിന്ന് ഡൽഹിക്കകത്തേക്ക് നടക്കുന്ന സപ്ലൈ. ഇയാള് പുറത്തു പോയി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇയാള്. ഈ സാധനമല്ലേ? ഉള്ളിൽ തന്നെ നോക്കാം. അപ്പം ഡൽഹിക്കകത്ത് നിന്ന് ഡൽഹിക്കകത്തേക്കാണ് സപ്ലൈ നടക്കുന്നത്. അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് ലക്ഷദ്വീപിനുള്ളിലേക്കാണ് സപ്ലൈ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കേന്ദ്രഭരണ പ്രദേശത്തിനകത്ത് നടക്കുന്ന സപ്ലൈകളെയും നമ്മൾ വിളിക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെയാണ്. ഇൻട്രാ സ്റ്റേറ്റ്, ഡൽഹി ടു ഡൽഹി, ലക്ഷദ്വീപ് ടു ലക്ഷദ്വീപ്. അതായത് നമ്മൾ സ്റ്റേറ്റിനുള്ളിൽ കച്ചവടം നടക്കുന്ന മാതിരി കേന്ദ്രഭരണ പ്രദേശത്തിനകത്ത് നടക്കുന്ന കച്ചവടം. അതായത് ഡൽഹിയിൽ നിന്ന് ഡൽഹിയിലേക്ക്, മാഹിയിൽ നിന്ന് മാഹിയിലേക്ക്, ലക്ഷദ്വീപിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക്, ഡാമൻജുവിൽ നിന്ന് ഡാമൻജുവിലേക്ക് നടക്കുന്ന കച്ചവടത്തിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഇട്ട് നോക്കാം. 1000 രൂപയുടെ ഒരു കച്ചവടം 10% GST നടക്കുകയാണെങ്കിൽ, അതായത് 100 രൂപ ആണെങ്കിൽ ഇവിടുത്തെ നിയമം എന്താണെന്നറിയോ? കച്ചവടം നടന്നാൽ പകുതി ആരും കൊണ്ട് പോകും? CGST എന്നുകൊണ്ട് കേന്ദ്രം കൊണ്ട് പോകും. ബാക്കി UT GST എന്ന് പറഞ്ഞ് കേന്ദ്രഭരണ പ്രദേശത്തിന് എന്ത് കിട്ടും? 50 കിട്ടും. ക്ലിയർ ആയോ? ഇതൊരു തരത്തിൽ രണ്ടും കേന്ദ്രം തന്നെയാണ്, എന്നാലും കേന്ദ്രഭരണ പ്രദേശത്തിന് എന്ത് കിട്ടും? 50 കിട്ടും. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു കച്ചവടം നടക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റിനകത്താണെങ്കിൽ, വിത്തിൻ ദ സ്റ്റേറ്റോ വിത്തിൻ ദ യൂണിയൻ ടെറിട്ടറിയോ ആണെങ്കിൽ, അവിടെ നടക്കുന്ന മൊത്തം കച്ചവടത്തിന്റെ പകുതി ആര് കൊണ്ടുപോകും? CGST എന്ന് പറഞ്ഞ് കേന്ദ്രം കൊണ്ടുപോകും. ബാക്കി സ്റ്റേറ്റ് ആണെങ്കിൽ SGST ആയിട്ട് വരും. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ UT GST ആയിട്ട് വരും. ക്ലിയർ ആയില്ലേ? ഇതേ കച്ചവടം ഇവിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ലക്ഷദ്വീപിന്റെ ഉള്ളിലാണ് ഈ പരിപാടി നടന്നെങ്കിൽ സെയിം. ലക്ഷദ്വീപിന്റെ ഉള്ളിലാണ് ഈ പരിപാടി നടന്നെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്താ? ക്ലിയർ ആയോ? ഇനി ഇവിടെ നടക്കാനുള്ള മറ്റു ട്രാൻസാക്ഷൻ ലക്ഷദ്വീപ് ടു അല്ല ഡൽഹി ടു ലക്ഷദ്വീപ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ കളക്ട് ചെയ്യുന്ന, ഇവിടെ IGSTയുടെ ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത്. IGST ഡൽഹിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്താ? IGST ആണ്. അപ്പം മൊത്തം ടാക്സ് IGST എന്ന പേരിൽ കേന്ദ്രം കൊണ്ടുപോകും. പിന്നീട് ഏത് സ്റ്റേറ്റ് ആണോ അത് കൺസ്യൂം ചെയ്തിരിക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണോ ഉള്ളത്, ആ സ്റ്റേറ്റിന് എന്ത് ചെയ്യും? ഈ ഒരു സംഭവം കിട്ടും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണോ? എന്തായി? ഇനി വേറെ കേസുകൾ സംഭവിക്കാൻ സാറേ ഒന്ന് കേരളം ഒന്ന് മാഹി ആണെങ്കിലോ? ഇവ ഇനി ഇത് കേരളം ചോദ്യ ഇത് കേരളാണ്. കേരളാണ്. കേരളത്തിൽ നിന്ന് ഇവൻ ചോദിച്ച പോലെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കാലോ, ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാലോ, ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാലോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കാലോ. അങ്ങനെ ചാൻസ് ഇല്ലേ? അവിടെയും കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്.
അവിടെയും കളക്ട് ചെയ്യുന്ന ടാക്സ് ഐ ജി. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കോ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയിലേക്കോ, ഒരു സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കോ, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് യൂണിയൻ ടെറിട്ടറിയിലേക്കോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ക്ലിയർ ആയോ? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. IGS ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്കോ, ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് നിന്ന് കേന്ദ്രഭരണ പ്രദേശത്തിലേക്കോ, ഒരു സ്റ്റേറ്റും കേന്ദ്രഭരണ പ്രദേശം, ഒരു കേന്ദ്രഭരണ പ്രദേശം സ്റ്റേറ്റും തമ്മിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒക്കെയും കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ഈ IGST ഒന്നിച്ച് കളക്ട് ചെയ്ത് പിന്നീട് POS പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണോ നടന്നത് അതിലേക്ക് എന്ത് ചെയ്യും? ഈ സംഭവം സ്പ്ലിറ്റ് ചെയ്യും. കത്തിന്ന് വിചാരിക്കണം. റെഡിയല്ലേ? അപ്പൊ ഇതെല്ലാം ഇത്തരം ട്രാൻസാക്ഷൻസുകളാണ് ഒരു GSTയിൽ പ്രധാനമായിട്ടും നടക്കുക. ഒന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റിനകത്ത് നടക്കും, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടക്കും, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയിലേക്ക് നടക്കും. ഇതല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് കച്ചവടം നടക്കും, ആ യൂണിയൻ ടെറിട്ടറിയും തമ്മിൽ കച്ചവടം നടക്കും, ആ യൂണിയൻ ടെറിട്ടറിയും ഒരു സ്റ്റേറ്റും തമ്മിൽ കച്ചവടം നടക്കും. ഇതാണ് GSTയിൽ സാധാരണ രീതിയിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള കച്ചവടങ്ങൾ. ശരിയല്ലേ? ഇങ്ങനെ കച്ചവടം നടത്തുമ്പോൾ ഈ രീതിയിലാണ് ടാക്സ് വരിക. അപ്പൊ നമുക്ക് ബില്ല് നോക്കിയാൽ പറയാൻ പറ്റും ഇത് കേന്ദ്രഭരണ പ്രദേശത്തെ ബില്ലാണോ. ഇപ്പൊ നിങ്ങൾ മാഹിന്നാണ് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബില്ലാ കിട്ടുക? UTSG. TGSTയും UTGSTന് ബില്ലാ കിട്ടുക. കാരണം നിങ്ങളും മാഹിയിലാണ്, കച്ചവടക്കാരനും മാഹിയിലാണെങ്കിൽ എന്ത് കിട്ടും? UTGSTയും CGST കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ മാഹിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ കടക്കാരനോട് പറയാണ് ഞാൻ ഈ സാധനം കേരളത്തിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തരുന്ന ബില്ല് IGST ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ആമസോണിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യും മിക്കവാറും ഡൽഹി, മഹാരാഷ്ട്ര, ഹൈദരാബാദ് എന്നൊക്കെ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങളെ ബില്ല് അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, IGST എന്ന് കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ടാവും. സെറ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സപ്ലൈ. അപ്പം വേർ ദർ ഈസ് സപ്ലൈ ദർ ഈസ് GST. എവിടെയാണോ സപ്ലൈ ഉള്ളത് അവിടെ മാത്രമേ GST. അതല്ലാതെ കുറേ സാധനം സ്റ്റോക്ക് ചെയ്തുണ്ടല്ലോ സാറ് പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു? കോമ്പൻസേഷൻ ടു ദി സ്റ്റേറ്റ് ഒന്നുമില്ലേ? അഞ്ചാമത്തെ ഒന്ന് അത് പറയാം. അത് സെസ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഭവം ഞാൻ പറയാം. ഇതുവരെ ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? വേറെ എന്തെങ്കിലും? ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും സംഭവം GSTയിൽ നടക്കുമോ? ഒന്നെങ്കിൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ടു യൂണിയൻ ടെറിട്ടറി, അല്ലെങ്കിൽ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും നടക്കും? അയ്യോ, എക്സ്പോർട്ടും നടക്കും ഇമ്പോർട്ടും നടക്കും അല്ലേ? എക്സ്പോർട്ടും നടക്കും ഇമ്പോർട്ടും നടക്കും. അത് നടക്കൂലേ? നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുനിന്ന് സാധനം വരാം, പുറത്തുനിന്ന് ഇങ്ങോട്ടേക്കും വരാം. അതുണ്ടാവില്ലേ? ശ്രദ്ധിക്കാം. അത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇത് കേരള ആണെന്ന് വെച്ചോളൂ. ആരാടാ വരക്കുന്നത്? വര ഉണ്ടല്ലേ എപ്പോഴും? വര വരുന്നുണ്ടല്ലോ. അത് ഞാൻ ഒഴിവാക്കിയാണല്ലോ. ആ വരച്ചോ ഇനി വരക്കല്ലോ കേട്ടോ. ആ തന്ത്രം എനിക്കറിയില്ല, അത് ഓഫാക്കാൻ എനിക്കറിയില്ല. ബാക്കിയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഓനോട് ക്ഷമ ചോദിക്കാൻ നിങ്ങൾ വരക്കല്ലേ, വേറെ ആർക്കും ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോഴേ ഇത് കേരള ആണെന്ന് വിചാരിക്കുക. ഇത് കേരള ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി വരച്ചാൽ അവനെ പുറത്താക്കൂട്ടോ. ഇവിടെ വരച്ചാളെ പേര് സഹിതം ഇവിടെ അഡ്രസ് അടക്കം ഇവിടെ വരും. ഇന്നയാള് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്താക്കി എന്നെ പറയാൻ നിൽക്കണ്ട. കറക്റ്റ് വരും കേട്ടോ. ആളെ കാണിച്ച സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു ആരാ വരച്ചെന്നുള്ള. ഞാൻ വിട്ടു. ആരാധന ചെയ്താണ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇത് കേരള, ഇത് UAE. കേരള ടു UAE ഇങ്ങനെ നടക്കുള്ളൂ. നേരത്തെ ആരോ ചോദിച്ച പോലെ എന്താ നടക്കാം? കേരളത്തിൽ നിന്ന് UAE നടക്കാം, UAE ഇങ്ങോട്ടേക്ക് നടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്പോർട്ടാണ്, ഇത് എക്സ്പോർട്ടാണ്, ഇത് ഇമ്പോർട്ട് അല്ലേ? എക്സ്പോർട്ടാണ്, ഒന്ന് ഇമ്പോർട്ടാണ്. എക്സ്പോർട്ട് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക്, ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എക്സ്പോർട്ടിങ്ങിന് എപ്പോഴും രാജ്യം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും, ഇമ്പോർട്ടിങ്ങിന് എപ്പോഴും രാജ്യം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, തടുത്തുകൊണ്ടിരിക്കും. എന്തിനാ തടുക്കുന്നതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ രാജ്യത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് അല്ലെ ഉഷാറാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് മുമ്പ് പറഞ്ഞതാണ്. അതിലേക്ക് വീണ് പോകുന്നില്ല.
ഈ രണ്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ഈ രണ്ട് പരിപാടി നടക്കുമ്പോഴും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ഞാൻ പറഞ്ഞു എക്സ്പോർട്ടിങ്ങിന് ടാക്സ് ഇല്ല. അപ്പൊ എക്സ്പോർട്ടിങ് രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. വിത്ത് പേയ്മെന്റും വിത്തൗട്ട് പേയ്മെന്റും. ടാക്സ് അടച്ചുകൊണ്ടും പോകാം, അടക്കാതെയും പോകാം. രണ്ട് രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഉദാഹരണം, എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഞാൻ UAE സാധനം കയറ്റി അയക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എനിക്ക് രണ്ട് രീതിയിൽ പോകാം. സാധനത്തിന്റെ ടാക്സ് അടച്ചുകൊണ്ട് പോകാം, സാധനത്തിന്റെ ടാക്സ് അടക്കാതെയും പോകാം. അടച്ചുകൊണ്ട് പോകുന്നതിന് എന്തിനാണ് അടക്കുന്നത്, എന്തിനാണ് അടക്കാണ്ടിരിക്കുന്നത് എന്നുള്ളത് LUT-യുമായി ബന്ധപ്പെട്ട കേസാണ്. LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കൺ, LUT. ഒരു ബിസിനസ്സുകാരന് LUT ഉണ്ടെങ്കിൽ, LUT എന്താണ് LUT? ലെറ്റർ ഓഫ് അണ്ടർടേക്കൺ. ഒരു ബിസിനസ്സുകാരന് LUT ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം? GST അടക്കാതെ പോകാം. ഒരു ബിസിനസ്സുകാരന് LUT ഇല്ലെങ്കിൽ അവൻ ടാക്സ് അടച്ചിട്ട് വേണം പോവാൻ. ഇൻ കേസ് അവൻ ടാക്സ് അടച്ചാൽ ആ എമൗണ്ട് അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഫണ്ട് എടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും GST എടുത്തൂടെ? മിക്കവാറും എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിലൊക്കെ LUT ഉണ്ടാവും. ചില കേസുകളിൽ LUT സമയം ഉണ്ടാവത്തില്ല. ആ സമയം നമുക്ക് എക്സ്പോർട്ടിങ് നടക്കുക എന്നുള്ളതായിരിക്കും പ്രധാനം. കാരണം എന്തായാലും അടച്ച എമൗണ്ട് തിരിച്ചു കിട്ടുമല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ സംഭവം അങ്ങ് എന്ത് ചെയ്യാം? ചെയ്തിട്ട് പോകാം. ഇൻ കേസ് അടക്കേണ്ട സാഹചര്യം വന്നാൽ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. സത്യം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ IGST വരുന്നുണ്ട്. സത്യല്ലേ? അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു സാധനം കയറ്റി അയക്കുമ്പോൾ അതൊരു ഇന്റർ സ്റ്റേറ്റിന്റെ റൂളാണ് അപ്ലിക്കബിൾ ആവുക. അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് ആണ് അവിടെ കളക്ട് ചെയ്യുന്നത്. ഇനി വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴും കളക്ട് ചെയ്യുന്ന ടാക്സ് IGST ആണ്. ഈ രണ്ട് കേസിലും കേന്ദ്ര ഗവൺമെന്റ് ഒന്നിച്ച് ടാക്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കൺസ്യൂം ചെയ്തിട്ടുള്ള ആ സ്റ്റേറ്റിന് ഈ ഒരു സംഭവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ LUT means ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. LUT ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് സമയം പോകുന്നുണ്ടാവും. LUT എങ്ങനെ എടുക്കണമെന്നോ LUT എങ്ങനെ ചെയ്യണം അതിനൊക്കെ പറഞ്ഞ ഒരുപാട് സമയം പോകും. തൽക്കാലം നിങ്ങൾ LUT പിന്നെ ഗൂഗിൾ ചെയ്തോളി. അല്ലേ? ചെറിയ ടോപ്പിക് അല്ലേ? ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം വരും SS വരും. അല്ലേ? എടുക്കേണ്ടി വരില്ലേ എപ്പോഴാ? എടുക്കേണ്ടി വരില്ല എപ്പോഴാന്ന് നോക്കിയാ. 50,000 രൂപയുടെ മുകളിലുള്ള ഒരു സാധനം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റ്സ് ഇൻ GST എന്ന് പറഞ്ഞാൽ വേറെ വലിയ ടോപ്പിക്കാണ്. പർച്ചേസ് ബിൽ, സെയിൽസ് ബിൽ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പിന്നെ പേയ്മെന്റ് വൗച്ചർ, റെസിപ്റ്റ് വൗച്ചർ, റിവൈസ്ഡ് ഇൻവോയ്സ്, ഇവേ ബില്ല്, ഇൻവോയ്സിങ് ഒക്കെ വേറെ തന്നെ ടോപ്പിക്കാണ്. പറഞ്ഞത് ഇത്ര കിലോമീറ്റർ എന്നുള്ളതുണ്ടോ? കിലോമീറ്റർ, അതായത് നോർമലി അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കേസിൽ മാത്രം ഒരു കിലോമീറ്റർ 25 കിലോമീറ്ററിന്റെ ഒരു എക്സംഷൻ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും എടുത്തോണം. കിലോമീറ്ററിന്റെ എക്സംഷൻ ഒന്നുമില്ല ബാക്കിയുള്ള ആളുകൾക്ക്. ഈ പാർട്ടിയുടെ എത്ര മണിക്കൂർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ? ഉണ്ട്. 100 കിലോമീറ്ററിന് 24 മണിക്കൂറും. ഓക്കെ, അത് വലിയ ഡിസ്കസ് ചെയ്താൽ എത്താത്ത ടോപ്പിക്കാണ്. അപ്പൊ മനസ്സിലായില്ലേ ഈ ടോപ്പിക് എവിടം വരെ പോകണ്ടെന്ന്? മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോ എവിടം വരെ എത്താണ്ടെന്നുള്ളത്. പക്ഷെ GST മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യില്ല കേട്ടോ. ഇന്ന് GST പറയേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടും GST മൊത്തത്തിൽ കവർ ചെയ്യണമെങ്കിൽ അനൂപ്ക എന്താണോ യു ഹാവ് ടു സാറിന്റെ പ്രൊഡക്റ്റ് ബൈ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, ഇവര് വലിയ ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ പഠിക്കണം. ഇന്നത്തെ കാലത്ത് GST കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചാൻസ് കുറവ് തന്നെയാണ്. അക്കൗണ്ട്സ് നല്ല പ്രോപ്പർ നോളജ് ഉണ്ട്, പക്ഷെ GST കൂടി അറിഞ്ഞിരിക്കൽ നല്ലതാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് വെറുതെ പർച്ചേസ് ചെയ്ത് ആവശ്യമില്ലാണ്ട് ഇല്ല കടം ഡബിൾ ആക്കാൻ നിൽക്കണ്ട. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ അറിയേണ്ട ടോപ്പിക്കാണ്. അക്കൗണ്ട്സ് എന്തായാലും നിങ്ങൾ പഠിക്കണ്ടല്ലോ. അതിന്റെ കൂടെ വേണം.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എയും കൂടി ഇല്ലെങ്കിൽ എയും കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. പെയ്ഡ് കോഴ്സ് ഒന്നും അല്ല, അതൊക്കെ രാവിലത്തെ സെഷനിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. രാവിലത്തെ 5 AM ക്ലബ്ബിൽ ഇപ്പോൾ വിനോദ് സാർ എയുടെ മാസ്റ്റർ രാവിലെ ക്ലാസ് എടുക്കുന്നുണ്ട് 4:50. ഒക്കെ പഠിക്കുന്ന ആള് രാവിലെ 4:50 ഉറക്കം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറുക, അപ്പം മനസ്സിലാവും. ആർക്കും വേണോ എന്റെ ക്ലാസ് രാവിലെ 4:50? എത്ര ആളില്ല ഇന്നലെ റെഡിയാ? എത്ര ആൾക്കാർ ഞാൻ നോക്കട്ടെ, ഒരു പോലത്തെ രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും എഴുന്നേൽക്കണേ, മരിക്കണ വരെ എഴുന്നേൽക്കേണ്ടി വരും. ഓൺ സ്വിച്ച് മാത്രമേ ഉള്ളൂ, ഓഫ് സ്വിച്ച് ഇല്ല. ഓഫ് സ്വിച്ച് ഇല്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാനും അനൂപ്ക്കൊക്കെ രാവിലെ 4:50 നമുക്കൊരു ഉറക്കം നോക്കിയാൽ നിങ്ങള്, ഞാനിപ്പോ ഇത്രയും നേരം ഒരു റെസ്റ്റ് പോലും എടുക്കാതെ ഇപ്പൊ ഞാൻ രാവിലെ 4:50 എഴുന്നേറ്റ ആളാ. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്നില്ലേ, ഒരു ടെൻഷനും ഇല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ചില ആളായിരിക്കും ഉറക്കം വെച്ചാൽ ഉറക്കൊക്കെ പോകുന്നില്ല, ഒന്നുമില്ല. എന്നെ കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ രാവിലെ 4:50 ഇതുവരെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല കേട്ടോ, സത്യസന്ധ്യയായിട്ട് പറയാം. ഞാൻ രാവിലെ 4:50 കഴിഞ്ഞ് രാവിലെ ഇന്ന് ഫുൾ സെഷൻ ആയിരുന്നു. രാവിലെ ഞാൻ 7 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. 7 മണിക്ക് വീട്ടിലെത്തിയിട്ട് വേറെ കുറേ ചില പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് 8 മണിക്ക് നേരെ സെഷനിൽ കയറാം. കടന്നിട്ടില്ല, രാവിലെ 4:50 എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ കണ്ടാൽ തോന്നുന്നുണ്ടോ? സാറേ ഇടയ്ക്ക് ഈ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുമ്പോഴേ ഒന്ന് പറയണോട്ടാ. എന്താണ്? കഴിഞ്ഞ ദിവസം സാർ ഇടയ്ക്ക് വർക്ക്ഷോപ്പ് ഒക്കെ നടത്താറില്ലേ? കഴിഞ്ഞ ദിവസം തിരൂരുണ്ടായിരുന്നില്ലേ? തിരൂര് നാളെ ഉണ്ട് തിരൂരില്. നാളെ ഞാൻ ആ. തിരൂരുണ്ട്. അത് സൂമിൽ കിട്ടോ? നാളെ സോഹോ ബുക്സിന്റെ ട്രെയിനിങ് ആണ്. നാളെ ഞാൻ തിരൂരുണ്ട്. സൂമിൽ കിട്ടോ? നാളെ സൂമില്ല, ലൈവാ. അവിടെ കുറച്ച് ആളുകളുണ്ട്, അത് 10 ആൾക്കാരുണ്ട്. അവർക്കുള്ള സോഹോ ബുക്സിന്റെ ട്രെയിനിങ് ആണ്. കുറച്ച് ആളുകൾ ഗൾഫിലേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട്. അവർക്ക് ആ ട്രെയിനിങ് കൊടുത്തിട്ട് ഒറ്റ വീട്ടിൽ വിടണം, നേരെ കയറ്റാനുള്ള ആൾക്കാരാണ്. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരാണ്. കുറച്ച് ആൾക്കാരെ കണ്ടില്ല, 10-25 ആൾക്കാരുണ്ടായിന്. യു എ ബാറ്റ് ഓൾറെഡി അവരെ ഗൾഫിലേക്ക് സെലക്ട് ചെയ്ത ആളുകൾ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത ആളുകളാണ്. അവർക്ക് ഫൈനൽ ടച്ചിങ്സ് ഇല്ലേ, ടച്ചിങ്സ് എന്ന് അറിയില്ലേ, ഫൈനൽ ടച്ചിങ് കുറെ ഏരിയകൾ ആയ സാധനമാണ്. അവർക്കൊരു ഓഫ്ലൈൻ ട്രെയിനിങ് കൊടുത്തിട്ട് കോട്ടയം ആയിരിക്കും വണ്ടി വിടും. എന്നാ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു കളിക്കൂലേ. ഓക്കെ, GST വലിയൊരു ടോപ്പിക്കാന്ന് പറഞ്ഞ അവിടെ നിന്നേക്ക് എത്തുന്നത്. അപ്പൊ സപ്ലൈ പറഞ്ഞു, ഇൻട്രാ സ്റ്റേറ്റ്, ഇന്റർ സ്റ്റേറ്റ്, പിന്നെ എക്സ്പോർട്ടിങ്ങിന്റെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച്. ഇനി അതിൽ തന്നെ വേറൊരു ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, കോമ്പൻസേഷൻ. ഈ ഐഫോൺ ACMF ആരാ? ഐഫോൺ ACMF ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുക, ഡൗട്ടൊക്കെ ചോദിക്കുന്ന ആള്. ഐഫോൺ ACMF എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹലോ, ഞാനൊരു ആസ്ക് അൺമ്യൂട്ട് എന്നുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഐഫോൺ ACMF ഇതാരാള്? ഹലോ അഷ്റഫ് അലിയാണ്. അഷ്റഫ് അലി വീഡിയോയിൽ വന്നേ. നിങ്ങളെന്താ പുറത്തു വരാത്തെ? ഞാൻ ലൈറ്റില് കുട്ടി ഉണ്ടായിരുന്നു കൂടെ കുറച്ച് മുമ്പ്. കുട്ടി ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? അപ്പൊ നിങ്ങളെ ഡൗട്ടുകൾ ഷാർപ്പാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഷാർപ്പ് ഡൗട്ട്. ഞാനൊരു ബിസിനസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ കറക്റ്റ് അതാണ് ചോദിച്ചത്. നിങ്ങൾ ഷാർപ്പ് ഡൗട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്തത് കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട്. കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട്, അങ്ങനെ ഒരു സംഭവം പറഞ്ഞു നേരത്തെ. അവർ ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് ക്ലാരിറ്റി വരുത്താം. അതായത് GST വന്നതോടുകൂടി പഴയ ടാക്സ് സിസ്റ്റങ്ങൾ എടുത്തു പോയല്ലോ, ഈ വാറ്റ് എടുത്തു പോയല്ലോ. അപ്പം ഈ വാറ്റിന്മേൽ ജീവിച്ചു പോയ കുറച്ച് ആൾക്കാരുണ്ട്, സ്റ്റേറ്റുകൾ. ഉദാഹരണം, ഇപ്പൊ കേരളത്തിൽ പെട്ടെന്ന് കേരളത്തിൽ അരുതാത്തത് എന്തോന്ന് സംഭവിച്ചു, ഒരു വെള്ളപ്പൊക്കോ ഒരു എർത്തുകേക്കോ. ഇനി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അറിയില്ല, മഴക്കാലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ, ഇനി അയാളെ കരുന്നാക്കുന്നൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ എന്തോ അരുതാത്തത് എന്തോ ഒന്ന് കേരളത്തിൽ സംഭവിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് വലിയൊരു നഷ്ടം കേരളത്തിന് സംഭവിച്ചാൽ പഴയ കാലത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ടാക്സ് പിരിച്ചിരുന്ന ആ ഒരു വാറ്റ് ഇല്ലേ, അത് മെല്ലെ ഇവർ 6 ആക്കും. 12 ഉള്ളത് 13 ആക്കും. അപ്പൊ എന്താവും, ഈ പൈസ എല്ലായിടത്തും ഓരോ രൂപ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഇതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഇതായിരുന്നു പഴയ കാലത്ത് ചെയ്തിരുന്നത്. കാരണം ഓരോ സ്റ്റേറ്റുകൾക്ക് എന്തുണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു ചെയ്യാൻ. വാറ്റ് പറയുമ്പോൾ കേരള വാറ്റ്, കേരള ഗവൺമെന്റിന് എന്തായിരുന്നു, അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ GST എന്ന് പറഞ്ഞ പുതിയ ഒരു സിസ്റ്റം നിലവിൽ വന്നതോടുകൂടി ഇവരുടെ അധികാരം, പവർ എന്തായി, ഇല്ലാണ്ടായി. അപ്പൊ എന്തേലും ഇവർക്ക് തോന്നുന്ന പോലെ ടാക്സ് പിരിക്കാൻ പറ്റൂലല്ലോ. ആരാ പിരിക്കാം? GST കൗൺസിലാണ് ഇത് പറയേണ്ടത്.
അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ, അതായത് GST എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം നിലവിൽ വരുമ്പോൾ പഴയ സിസ്റ്റത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരുടെ നഷ്ടം നികത്താനുള്ള സംഭവമാണ് കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട് എന്ന് പറഞ്ഞ സംഭവം. സത്യം. ഇപ്പൊ 2017 വെള്ളപ്പൊക്കം ഏത് കാലത്താണ്? വെള്ളപ്പൊക്കം ഏത് കാലത്താണ്? 2018 വെള്ളപ്പൊക്കം അല്ലെ? ഭൂമികൾക്കല്ല ഉണ്ടായില്ലേ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കേരളത്തിന് എത്ര കോടി, എത്രയോ കോടി നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? 2018 എത്രയോ കോടി നഷ്ടം സംഭവിച്ചില്ലേ കേരളത്തിന്? 2017 GST നിലവിൽ വന്നത്. അപ്പൊ 2018 ഇത്രയും വലിയ നഷ്ടം വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവർക്ക് ടാക്സ് പിടിക്കാൻ പറ്റില്ല, കാരണം GST വന്നില്ലേ. അപ്പൊ എന്ത് ചെയ്തു? ഈ ഗവൺമെന്റുകളൊക്കെ കൂടി GST കൗൺസിലിന് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് GST കൗൺസിലിനോട് പറയണം, നമുക്ക് ഇത്ര നഷ്ടം ഉണ്ട്, ഇത്ര വലിയൊരു അപകടം സംഭവിച്ചു, ഇത്രയും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഈ നഷ്ടം എന്ത് ചെയ്യണം? നികത്തണം. ഈ നഷ്ടം നികത്താൻ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. അപ്പൊ GST കൗൺസിൽ നമ്മൾ വന്ന് പഠിക്കും. ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് ഈ നഷ്ടം ശരിയാണോ അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ടാക്സ് ചുമത്താനുള്ള പെർമിഷൻ ആര് തരണം? GST കൗൺസിൽ തരണം. അതാണ് സെസ് എന്ന് പറയുന്നത്. KFC എന്ന് കേട്ടില്ലേ? കേരള ഫ്ലഡ് സെസ് കേട്ടില്ല? ഇപ്പൊ അതില്ല. കേരള ഫ്ലഡ് സെസ് കാരണം ആ പിരിവ് കഴിഞ്ഞു. അതായത് കേരളത്തിന് നഷ്ടം എത്രയാണോ സംഭവിച്ചിട്ടുള്ളത്, ആ സംഭവിച്ച നഷ്ടം ഇതിന് കിട്ടിയപ്പോ എന്ത് ചെയ്തു? അതിൽ നിന്ന് എന്ത് ചെയ്തു? വലിഞ്ഞു. ക്ലിയർ ആയില്ലേ? ഇതാണ്. ഇതേപോലെ ഏതെങ്കിലും സ്റ്റേറ്റുകൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സെസ് ഒക്കെ പറയുന്നത് അതാ. സത്യം. ഇങ്ങനെയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള റൂളാണ് കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ് ബിൽ ആക്ട്. നിങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കിയിരുന്നത്? ഇതെന്തോ സാധനം പിടിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയത്? മനസ്സിലായി. ഏതോ ഒരു സാധനം പിടിക്കണ മാതിരി തന്നെ എന്തായിരുന്നു. ഇപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഇതിഞ്ഞല്ലേ അന്ന് നമ്മളെന്താ ഇതെന്താ ഇവരെടുത്ത് പിടിക്കുന്നത്, എന്താ ഓരോടുത്ത് പിടിക്കാത്ത, എന്താ ഇത് ഭയങ്കര അഴിമതിയാണുള്ളത്, 1% അഡീഷണൽ. ഇതൊന്നും ആലോചിച്ച് നോക്കി നിങ്ങള്. ഇതിന് ബിസിനസ്സുകാരന് 5 പൈസ ചെലവില്ല. ഇത് മുഴുവൻ വാങ്ങിയത് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ്. എന്നിട്ട് പറയലാരാ? ബിസിനസ് മാൻ ആണെങ്കിൽ ഡയലോഗ് മുഴുവൻ അടിക്കാം. നമ്മളിടുന്ന ടാക്സ് പോകുന്നത്, നമ്മൾ എത്ര എമൗണ്ട് പോകുന്നത്, നമ്മൾ എത്ര അടക്കുന്നു. സത്യത്തിൽ GSTയിൽ ബിസിനസ്സുകാരന് 10 പൈസ ചെലവില്ല. ഫുൾ പൈസ പോകുന്നത് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ്. GST ബിസിനസ് നടത്തുന്ന ആളുകൾ വെറുതെ തള്ളാണ്. 1 രൂപ പോലും അവർക്ക് ചെലവില്ല. ഉണ്ടോ ബന്ന? ബിസിനസ് നടത്തുന്നവർക്ക് GST ബാർഡൻ ആണെന്നുള്ളത് ബിസിനസ്സുകാർ എപ്പോഴും പറയുന്ന ഡയലോഗാണ്. ഒരു 10 പൈസയുടെ ചെലവ് ബിസിനസ്സുകാരന് സംഭവിക്കുന്നില്ല. 100% ടാക്സ് പോകുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ്. കളക്ട് ചെയ്യുന്ന ടാക്സ് തിരിച്ചടയ്ക്കുന്നു. എന്നാൽ കോമ്പൻസേഷൻ സെസ്സിന്റെ കാലാവധി, കോമ്പൻസേഷൻ സെസ്സിന്റെ കാലാവധി 1 വർഷം 1.5 വർഷമായി. 1 വർഷമായി കഴിഞ്ഞെന്ന് തോന്നുന്നു. KFC പിടിച്ചിട്ട് നിർത്തിയിട്ട് അനൂപ് ഒരു കൊല്ലം കഴിഞ്ഞില്ല എന്തായാലും. 2013 ജൂലൈയിൽ എങ്ങനെ തീർന്നെന്ന് തോന്നുന്നു. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എക്സ്റ്റൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് മാത്രം ഫണ്ട്. അതായത് GST കൗൺസിൽ അന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. ആ ഡേറ്റ് കൃത്യമായി ഓർക്കണില്ല. ഒന്നുകിൽ ആ ഡേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് വിച്ച് എവർ ഈസ് ആദ്യം ഏതാണോ സംഭവിക്കുന്നത് ആ സംഭവം എത്തിക്കഴിഞ്ഞാൽ നിർത്തിക്കോണം എന്നാ. ഡേറ്റ് ആണ് ആദ്യം വരുന്നെങ്കിൽ പിരിവ് നിർത്തിക്കോണം. പൈസ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിരിവ്. ഉദാഹരണം 1000 കോടിയാണ് നമുക്ക് നഷ്ടം എന്ന് വിചാരിക്കും. ഒരു എമൗണ്ട് പറയാം കേട്ടോ. 1000 കോടി രൂപയാണ് അന്നത്തെ നഷ്ടമെങ്കിൽ ഈ 1% പിരിച്ചത് എന്നാണോ 1000 കോടി ആണത്, ആ 1000 കോടി ആണ് അന്ന് നിർത്തണം. അല്ലെങ്കിൽ ഒരു ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ഡേറ്റ് ആണോ 1000 ആണോ ആദ്യം വരുന്നത്, ആദ്യം വന്ന് കഴിഞ്ഞാൽ അത് നിർത്തണം. അങ്ങനെയാണ് അതിന്റെ ഒപ്പുണ്ടായത്. അതിലും കുറെ നിയമം ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ, പിന്നെ ബിസിനസ്സുകാരുടെ നിന്ന് പിടിക്കാൻ പാടില്ല. പിന്നെ പുറത്തുള്ള സ്റ്റേറ്റുകളുമായി നടന്ന കച്ചവടത്തിന് പിടിക്കുക, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതൊക്കെ ആ നിയമം ആ സംഭവങ്ങളൊക്കെ എടുത്തു പോയതുകൊണ്ട് ഞാൻ അതിനുള്ളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കയറുന്നില്ല. സംഭവം കഴിഞ്ഞ കാര്യമല്ല, പക്ഷെ എന്താ സംഭവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ അത് വേറൊരു സാധനം. ഈ പെട്രോൾ സെസ്, എഡ്യൂ സെസ്, ഇത് വേറെ സംഭവത്തിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ഇതിന് വേറെ സംഭവം കൂടി ഉണ്ട്. ആ സാധനങ്ങളൊക്കെ പറയാം, പക്ഷെ അത്രയും കൂടി സമയം പറയാനുള്ള സമയം. വണ്ടി സർവീസ് നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യണത് ഒന്നുകിൽ കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര. അതന്നെ കറക്റ്റ്. അതന്നെ സംഭവം. ആ ഏതാണോ വിച്ച് എവർ ഈസ് ഏർലിയർ, ആ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അത് കറക്റ്റ് അല്ലേ?
സംഭവം റെഡി അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതാണ് കോമ്പൻസേഷൻ സ്റ്റേറ്റ് ബില്ല്, ക്ലിയർ. IGST, CGST. ഇനി ഈ പറഞ്ഞ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ ഇത്രയും കാലം മനസ്സിലാക്കിയത്? +1 +2 ഡിഗ്രിയും പഠിച്ച ആളുകള് നമ്മൾ പിന്നെ ആദ്യമായിട്ടായോണ്ട് പിന്നെ പ്രശ്നമില്ല. ആദ്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നോക്കട്ടെ എത്ര ആളുകൾ എങ്ങനെ ആളുകൾ ഇത് ഇങ്ങനെ തന്നെയാണോ GST എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയല്ല? ഇങ്ങനെയല്ല. നോക്കി ഡിഗ്രിക്കാരല്ല ഈ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഡിഗ്രി. ഇതാണ് നമ്മുടെ ഒരു എജു സിസ്റ്റത്തിന്റെ പ്രശ്നം. സാർ അതിലൊരാള് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് KSRTC അല്ല അത് KSRTC എജുസെസ് ഒക്കെ വേറൊരു കാറ്റഗറിയിൽ പറയുന്ന സാധനം. സിഗരറ്റിന്റെ മുകളിൽ വലിക്കുന്ന സെസ് ഒക്കെ വേറെ കാറ്റഗറി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സാധനം. കണ്ടോ നിങ്ങള്? ഇതാണ് ഏതൊക്കെ ഡിഗ്രി ആയാലും MBA കാരൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സെസ്. ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സെസ് ആണ്. സെസ് ഒരുപാട് സാധനം ഉണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇതാണ് ഇതിന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ തന്നെ ഒരുപാട് ടോപ്പിക് ഉണ്ട്. GSTയെ കുറിച്ച് പറയുമ്പോൾ സപ്ലൈ മാത്രമല്ല, ഡിഫറെന്റ് തരത്തിലുള്ള GST രജിസ്ട്രേഷൻ ഉണ്ട്. റെഗുലർ, കമ്പോസിഷൻ, QRMP, ഇതിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്, ഇതിന്റെ ഫയലിംഗ് ഉണ്ട്. GSTR 1, 2A, 2B, 3B. കമ്പോസിഷന് GSTR 4A, CMP 08 തന്നെ വേറെ ഫയലിംഗ് ഉണ്ട്. പിന്നെ QRMP സ്കീമിന്റെ IFF എന്ന് പറഞ്ഞ വേറെ ഫയലിംഗ് ഉണ്ട്. പിന്നെ ഇതിലെ ഡോക്യുമെന്റ്സും GST ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഫൈനും പെനാൾട്ടി ഇല്ലാതെ GST എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുക, ഒരു കച്ചവടക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് ഇതിനകത്ത് പോവാണ്ട്. ഇതിന്റെ ഒഫൻസ് ആൻഡ് പെനാൾട്ടീസ് എന്താണ്, ഫൈനും പെനാൾട്ടീസും നമ്മൾ എന്തൊക്കെ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈന് വരുന്നത്, പെനാൾട്ടി വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതൊന്നും ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി ഇത്ര മതിയല്ലേ? ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇനി പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ എത്തലുണ്ടാവില്ല.